Yes. So, good evening once again, and I want to ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷാജി എന്നാണ്. ഞാൻ എടപ്പള്ളിയിലാണ് താമസിക്കുന്ന, എറണാകുളത്താണ്, എടപ്പള്ളിയിലാണ്. ഈ പ്രൊജക്റ്റുമായിട്ട് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞു, ഒരു വർഷം പിന്നിട്ടു ഇപ്പോൾ. ഇന്ന് ഇന്ത്യയിൽ നമ്മൾ ഈ കമ്പനി അതിൻ്റെ ഒരു ബിസിനസ് ഓപ്പറേഷൻസ്, ഫുൾ ഫ്ലെഡ്ജ്ഡ് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഏകദേശം ഒരു വർഷം പിന്നിട്ടു, രണ്ട് വർഷത്തോളമായി. ഇപ്പൊ കഴിഞ്ഞ ജനുവരി മുതൽ, കഴിഞ്ഞ മീൻസ് 2025 ജനുവരി മുതൽ നമ്മൾ കേരളത്തിൽ ഈ പ്രൊജക്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വെൽനസ് ക്ലാസ് ആണ് ഇന്ന്. ഐ വാണ്ട് ടു സ്റ്റാർട്ട് വിത്ത് സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഓൺ എ കംപ്ലീറ്റ്ലി ഓർഡിനറി നൈറ്റ്. ഒരു സാധാരണ രാത്രിയിൽ നമ്മുടെ നാട്ടിലെ ഒരു വീട്ടിൽ സംഭവിച്ച ഒരു കഥ. ഇത് എൻ്റെ ഒരു നേരിട്ടുള്ള ഒരു കഥയല്ല, എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു അനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്റ്റോറി ഷെയർ ചെയ്യാം. ഇതൊരു ഇറ്റ്സ് നോട്ട് എ വാർണിംഗ്, അല്ലെങ്കിൽ ഇതൊരു ബിൽഡപ്പ് സ്റ്റോറി അല്ല. ജസ്റ്റ് ഒരു ഓർഡിനറി ദിവസം, ഒരു വർക്കിംഗ് ഡേ, രാത്രി 11:45 അപ്പോ ഈ സുഹൃത്തിന്റെ ഫോൺ അടിക്കുകയാണ്, റിങ് ചെയ്യാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താണ് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിനെ സുരേഷ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ സുരേഷ് എന്ന് പറയുന്നത് ഈ സുഹൃത്തിന്റെ ഒരു സുഹൃത്താണ്. അപ്പൊ സുരേഷിന്റെ കോള് വരികയാണ്. അപ്പൊ അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തപ്പോ അത് സുരേഷ് ആയിരുന്നില്ല വിളിച്ചത്, അദ്ദേഹത്തിന്റെ വൈഫായിരുന്നു. വൈഫിനെ നമുക്ക് മീര എന്ന് വിളിക്കാം. അപ്പോ മീര വിളിച്ചപ്പോ ഭയങ്കര പരിഭ്രാന്തിയിലാണ്. അവരുടെ സ്വരം ആകെ കരയുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അവർക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോ സുരേഷിനോട് പറഞ്ഞത് അല്ല, ഇദ്ദേഹത്തോട്, ഇപ്പൊ ഈ സുഹൃത്തിനെ നമുക്ക് ബാബു എന്ന് വിളിക്കാം. അപ്പൊ ബാബുവിനോട് പറഞ്ഞത്, സുരേഷ് ബാത്റൂമിൽ കൊളാപ്സ്ഡ് ആയി, കുഴഞ്ഞു വീണു, ഒന്ന് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ടാണ് സുരേഷിനെ വിളിക്കുന്നത്. അപ്പൊ സുരേഷ് 42 വയസ്സ്, സോറി, ബാബുവിനെ വിളിക്കുന്നത്. അപ്പൊ ഈ സുരേഷ് ഒരു 42 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു സീനിയർ സോഫ്റ്റ്വെയർ മാനേജറാണ്. ടെക്നോ പാർക്കിലാണ്, ട്രിവാൻഡ്രത്താണ് ജോലി ചെയ്യുന്നത്. രണ്ട് കുട്ടികളാണ്. 9ാം ക്ലാസ്സിലാണ് ഒരാള്, ആ, മോള് പഠിക്കുന്നത്, മകൻ പഠിക്കുന്നത് 6ാം ക്ലാസ്സിലാണ്. വളരെയധികം ഏകദേശം ഒരു 10 വർഷമായിട്ട് വളരെ ആ, നല്ല രീതിയിൽ ജോബും ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്. ഓൾവേസ് ഇൻ കൺട്രോൾ, ഓൾവേസ് റിലയബിൾ. സോ വൈഫ് പറയുന്നുണ്ട്, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, വന്നു വരുന്ന സമയത്ത് അവന് ഭയങ്കര ക്ഷീണമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ദാറ്റ്സ് ഓൾ, വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇന്നലെ കൂടി വളരെ ഞങ്ങൾ പുറത്തൊക്കെ പോയതായിരുന്നു. സാധാരണ രീതിയിൽ തന്നെയാണ് രാവിലെ ഭക്ഷണവും ചായയും ഒക്കെ കഴിച്ചതാണ്. ക്രിക്കറ്റ് കളി കണ്ടിരുന്നു, ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞു, റീലുകൾ നോക്കി, ആ, എല്ലാം കഴിഞ്ഞിട്ടാണ് ഉറങ്ങാൻ കിടന്നത്. സോ ഹി വാസ് കംപ്ലീറ്റ്ലി എൻറ്റയർലി നോർമൽ. ആ അവസ്ഥയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ ഈ കയറാൻ പറ്റിയോ സാറേ? ബാബു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ, ആ, നമുക്കറിയാലോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്താണ്, ആ ഒരു രാത്രിയാണ്. ആ ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് ക്വയറ്റ്, ദാറ്റ് ഓൺലി ഹോസ്പിറ്റൽസ് ഹാവ് അറ്റ് മിഡ് നൈറ്റ്. നമ്മൾ രാത്രി ആ ഹോസ്പിറ്റലിന്റെ ഒരു പരിസരം അങ്ങനെയാണ്, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോ ആ, നല്ല തണുത്ത AC അവിടെ ഉണ്ട്. ആ കോറിഡോറിൽ ആ ഉം, സുരേഷിന്റെ മോൾ ഇരിപ്പുണ്ട്. ഓക്കെ, ഒരു സ്റ്റീൽ ബെഞ്ചിൽ ഇരിപ്പുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ കയ്യിൽ, എന്താ പറയാ, ആ സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് കുട്ടിയുള്ളത്. ചിലപ്പോൾ വൈകിട്ട് വീട്ടിലൊക്കെ വന്നിട്ട് അങ്ങനെ വന്നതായിരിക്കാം. അപ്പോ ICU ഡോറിലേക്ക് നോക്കി ഇരിക്കുന്നുണ്ട്. സോ ഒരു 14 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പോ ആ കുട്ടിയുടെ കണ്ണുകളിൽ വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഈസ് അച്ഛൻ ഗോയിങ് ടു ബി ഓക്കെ. സി, ഈ ബാബു എന്നോട് പറഞ്ഞത്, ആ കുട്ടിയുടെ ആ ഇരിപ്പും ഇതൊന്നും എന്റെ കണ്ണിൽ നിന്ന്, എന്റെ മനസ്സിൽ നിന്ന് പോണില്ല എന്നാണ്. അപ്പൊ ഞാനിത് പറയാൻ കാരണം, ഇത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ന് മാത്രം 110 ആളുകൾ കേരളത്തിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഒട്ടുമിക്ക ആൾക്കാരും ഒരു 50, അതായത് 50% ആൾക്കാരും ഒരു 50 വയസ്സോ അതിൽ താഴെയുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഇവരാരും തന്നെ, ഇപ്പൊ ഈവൻ സുരേഷ് ആണെങ്കിലും, ദേ വർ നോട്ട് കെയർലെസ്.
അവരൊരു they were not lazy. They were doing what all of us do. സാധാരണ രീതിയിൽ നമ്മൾ ജീവിക്കുക, ഓഫീസ്, വീട്, നമ്മുടേതായ എല്ലാ EMIs, എല്ലാം, നെറ്റ്ഫ്ലിക്സ്, സോ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്ന പോലെ തന്നെ സുരേഷ് വിചാരിച്ച ഹി തോട്ട് ഹി ഹാഡ് ടൈം. വി ഓൾ തിങ്ക് വി ഹാവ് ടൈം. നമുക്കൊക്കെ എല്ലാത്തിനും സമയമുണ്ട് എന്നുള്ളതാണ്. See, let me ask you something, and I want to be honest. ഇപ്പോ നമ്മൾ തന്നെ സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമാണ്, when was the last time you had a full health check? നമ്മൾ എപ്പോഴാണ് ഒരു ഫുൾ ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത്? അതൊരു സിംറ്റം ചെക്ക് അല്ല, നമുക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് അറിയുന്ന ഒരു ചെക്കപ്പ് അല്ല, ബട്ട് എ റിയൽ പ്രോ ആക്റ്റീവ് ഹെൽത്ത് അസസ്മെന്റ്. ഒരു റിയൽ ആയിട്ടുള്ള, ഒരു പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് അസസ്മെന്റ് നമ്മൾ എപ്പോഴാണ് ചെയ്തിട്ടുള്ളത്? 6 മാസം, അല്ലെങ്കിൽ 1 വർഷം, 2 വർഷം, or I don't remember. ഇത് ഞാൻ ഒരാളെ ജഡ്ജ്മെന്റ് ചെയ്യാനല്ല, ദിസ് ഇസ് റിയാലിറ്റി. കാരണം നമ്മളൊരു ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളറിയാം, ഓരോ കറക്റ്റ്, നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങി കറക്റ്റ് ഷെഡ്യൂളിൽ നമ്മൾ ആ കാറിന്റെ സർവീസ് ചെയ്യും. നമ്മുടെ ഫോണിന്റെ ബാറ്ററി നമ്മൾ എല്ലാ ദിവസവും ചെയ്യും, എവറി ഹവർ, ഓരോ മണിക്കൂർ നമ്മൾ ചെക്ക് ചെയ്യും, അത് ചാർജ് ചെയ്യും. നമ്മുടെ ബാങ്ക് ബാലൻസ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചെക്ക് ചെയ്യും. ബട്ട് ദ ബോഡി ദാറ്റ് റൺസ് എവറിത്തിങ്, ഇതെല്ലാം റൺ ചെയ്യുന്ന നമ്മുടെ ശരീരത്തിന്റെ കാര്യത്തിലോ, വി അസ്യൂം ഇറ്റ് വിൽ ജസ്റ്റ് കീപ് ഗോയിങ്. നമ്മളൊക്കെ ഒരു ഊഹം മാത്രമാണ്, ഇതിങ്ങനെ മുന്നോട്ട് പോവും എന്നുള്ള ഒരു വിശ്വാസം മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇന്ന് ഏകദേശം 60,000-ത്തിലധികം, ഇപ്പൊ 2023 അവർ ഡാറ്റ പറയുന്നത് 60,000-ത്തിലധികം ആൾക്കാർ കാർഡിയാക് ഡെത്ത്, അതായത് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മാത്രം മരണപ്പെടുന്നുള്ളതാണ്. അതും 30-ലും 40-ലും ഒക്കെ ഉള്ള ആൾക്കാരാണ്, അവരുടെ എണ്ണമാണ് ഈ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ടൈപ്പ് 2 ഡയബറ്റീസ്, ഇന്ന് നമ്മുടെ സ്റ്റേറ്റ് എല്ലാ സ്റ്റേറ്റിനേക്കാളും ലീഡിംഗ് ആണ്. അതും പുതിയ പ്രൊഫഷണൽസ്, യങ് പീപ്പിൾ, ആക്റ്റീവ് പീപ്പിൾ, പീപ്പിൾ ഹൂ ലുക്ക് ഫൈൻ, ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ആഫ്റ്റർ കോവിഡ് സംതിങ് ഷിഫ്റ്റഡ്. പീപ്പിൾ സ്റ്റാർട്ടഡ് ആസ്കിങ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. ഇന്നിപ്പോ ആൾക്കാർ ചോദിക്കുന്നത് ആം ഐ സിക്ക് എന്നുള്ളതല്ല, ബട്ട് ആം ഐ ട്രൂലി ഹെൽത്തി എന്നാണ്. എനിക്ക് രോഗമുണ്ടോ എന്നല്ല, യഥാർത്ഥത്തിൽ ഞാൻ ആരോഗ്യവാനോ ആരോഗ്യവതിയോ ആണോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇന്ന് ചോദിക്കേണ്ടത്, പ്രത്യേകിച്ച് ഇപ്പോ, ഡു ഐ ഹാവ് സിംറ്റംസ് എന്നല്ല, എനിക്ക് സിംറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളതല്ല, ബട്ട് നമ്മൾ ചോദിക്കേണ്ട കാര്യം വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻസൈഡ് മീ എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്? ആൻഡ് ദാറ്റ് ഷിഫ്റ്റ്, അതായത് ഫ്രം റിയാക്റ്റീവ് ടു പ്രോ ആക്റ്റീവ്, ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് മൂവ്മെന്റ് ഓഫ് അവർ ജനറേഷൻ. നമ്മുടെ ഈ ജനറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെൽത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഷിഫ്റ്റാണ്, ഫ്രം റിയാക്റ്റീവ് ടു പ്രോ ആക്റ്റീവ്. സി, മെഡിസിനിൽ ദർ ഇസ് എ കോൺസെപ്റ്റ് ഇൻ മെഡിസിൻ ദാറ്റ് നമുക്ക് സാധാരണ വെരി ഫ്യൂ പീപ്പിൾ എക്സ്പ്ലെയിൻ ടു അസ് ക്ലിയർലി. ഇത് ഒട്ടുമിക്ക ആൾക്കാരും നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. ഇറ്റ് ഈസ് കോൾഡ് സൈലന്റ് ഡിസീസ് പ്രോഗ്രഷൻ. അതായത് ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്നത് വളരെ സൈലന്റ് ആയിട്ടാണ്. ഈ പ്രോബ്ലംസ് ഒക്കെ ബിൽഡ് ചെയ്യപ്പെടുന്നത് വർഷങ്ങൾ എടുത്താണ്, സംടൈംസ് ഈവൻ ഡിക്കേഡ്, പതിറ്റാണ്ടുകൾ എടുത്താണ്. ഒരു സിംറ്റംസും ഉണ്ടാവില്ല. നോ അലാം, നോ സിഗ്നൽ, നോ വാണിംഗ്. സിംറ്റംസ് ആർ ലൗഡ്, ഡാമേജ് ഈസ് സൈലന്റ്. അതായത് ഒരു ലൗഡായിട്ട് വരുന്ന ഒരു സിംറ്റംസ് ആണ്. ആ സിംറ്റംസിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നോയ്സ് ഉണ്ടാവുന്നത്, ലൗഡ് ആവുന്നത്. പക്ഷെ സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രഷൻ, ആൻഡ് ദാറ്റ് സൈലന്റ് ഈസ് ദ സിംറ്റം. സൈലൻസ് ഈസ് ദ ഡാമേജ്. So by the time the symptom speaks, the damage has already been done. Damage already സംഭവിച്ചിട്ടുണ്ടാവും. സോ ഐ വാണ്ട് യു ടു ഇമാജിൻ സംതിങ്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പൊ നമ്മൾ വീടൊക്കെ വയറിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ചുമരുകൾക്കുള്ളിൽ ഈ വയറിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. ഇത് ഷോർട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. ഒരു ഫയറിംഗ് ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ അറിയാം. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോഴൊക്കെ നല്ല സുന്ദരമായിട്ടുണ്ടാവും, പക്ഷെ ഇൻസൈഡ് ദ വാൾസ് ദർ ഇസ് ഫയർ. അത് വളരെ പതുക്കെയാണ്, ക്വയറ്റ് ആണ്, ഹിഡൻ ആണ്. സോ നോ സ്മോക്ക് കമ്മിങ് ഔട്ട്, നോ അലാം ഗോയിങ് ഓഫ്. സോ എവറി ഡേ അത് കുറേശ്ശെ ഇങ്ങനെ ബേൺ ചെയ്യുന്നുണ്ടാവും. സോ അപ്പോഴാണ് ഇത് വിള്ളലുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക. സോ ഇത്തരത്തിലാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു സൈലന്റ് പ്രോഗ്രഷനെയാണ്
ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ്. ഓക്കെ, സോ എന്താണ് ഈ സൈലന്റ് ഇൻഫ്ലമേഷൻ? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡി ഈസ് ആക്ച്വലി മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലുകളാണ്. ഈ നമ്മൾ കഴിക്കുന്ന ഈ സെല്ലുകൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ അതിന് കുറെ സാധനങ്ങൾ വേണം. അതിന് പറയുന്നത് എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്നാണ്. അത് പ്രധാനമായിട്ടും 6 എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആണ്: കാർബോ, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് വാട്ടർ. ഇതെല്ലാം നമുക്ക് ഭക്ഷണത്തിലൂടെയാണ് കിട്ടുക. പക്ഷെ ഇതിനകത്തൊരു പ്രധാന പ്രശ്നമായിട്ട് ഇപ്പൊ കാണുന്നത്, ഈ ഒരു ക്രോണിക് ഇൻഫ്ലമേഷനെ ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്രോണിക് ഈ ഒരു ഫാറ്റിന്റെ കാര്യത്തിലുള്ള ഒരു പ്രധാന ബാലൻസിങ് ആണ്. അപ്പൊ ഈ ഒരു ഫാറ്റ് പ്രധാന പ്രശ്നം ഇതാണ്. നമുക്ക് ശരീരത്തിൽ ഇത് ആവശ്യമുണ്ട്, പക്ഷെ നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടുന്നത് ആവശ്യമില്ലാത്ത ഫാറ്റാണ്. അപ്പൊ ഈ ഫാറ്റിനെ പറയുന്നത് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്നാണ്. എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിൽ തന്നെ പ്രധാനമായിട്ട് 2 ഫാറ്റുകളാണ്: omega 6 omega 3. ഇത് ശരിക്കും ഒരു സീസോ പോലെയാണ്. ഇപ്പൊ നമ്മൾ സീസോ, കുട്ടികളൊക്കെ സീസോ കളിക്കാറുണ്ട്. അപ്പൊ ഇതൊരു ബാലൻസിങ്ങിൽ ഉണ്ടാവണം. ഓക്കെ, ആൻഡ് ഈ ഒരു ബാലൻസിങ് ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട ഒരു മെക്കാനിസം ആണ്. ബിക്കോസ് ഇതാണ് ക്രോണിക് ഇൻഫ്ലമേഷനെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഫയർ. ദിസ് ക്രിയേറ്റ്സ് ദിസ് ബാലൻസ്, ആക്ച്വലി ഹെൽപ്സ് us to maintain this ഇൻഫ്ലമേഷൻ ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി മെക്കാനിസംസ്. അപ്പൊ ഈ ബാലൻസ് ഇല്ലാതായി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബോഡിയിൽ ഈ ഫയറിനെ ക്രിയേറ്റ് ചെയ്യും. ഇത് നമ്മുടെ ബയോളജിക്കൽ വാൾസ് എല്ലാം നശിപ്പിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ ഇൻ മില്യൺസ് ഓഫ് പീപ്പിൾ ഹൂ ഫീൽ പെർഫെക്റ്റ്ലി ഫൈൻ. ഇപ്പൊ ഞാനൊരു ഡോക്ടർ ഒന്നല്ല, ആൻഡ് ഐ വോണ്ട് പ്രിറ്റൻഡ് ടു ബി വൺ. ഞാനൊരു ഡോക്ടർ ആവാൻ അങ്ങനെ ഒരാളും അല്ല, അല്ലെങ്കിൽ ഒരു ചികിത്സിക്കുന്ന ഒരാളും അല്ല. പക്ഷെ ഇപ്പോ യുനോ ഇന്നിപ്പോ നമുക്ക് നമ്മുടെ ഒപ്പം ഒരു ഡോക്ടർ ഉണ്ട്, ഒരു യങ് ഡോക്ടർ ഉണ്ട് നമ്മുടെ കൂടെ. സോ അതുകൊണ്ട് തന്നെ ഞാൻ സയൻസിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഓക്കെ, ബട്ട് ഹിയർ ഈസ് വാട്ട് ഐ വിൽ ടെൽ യു. സി, എനിക്ക് മനസ്സിലായ, ഞാൻ വായിച്ച, മനസ്സിലാക്കിയ, പഠിച്ച, അല്ലെങ്കിൽ ഐ ഹാവ് സീൻ ഇൻ ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ അറൌണ്ട് മീ, the single most measurable number of this silent fire is the balance between omega 6 and omega 3 in your blood. നമ്മൾ തന്നെ ഇപ്പൊ നമുക്ക് ഒരുപാട് ടെക്നോളജി ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചാറ്റ് ജിപിടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു AI ആപ്ലിക്കേഷനോട് തന്നെ നിങ്ങൾ ചോദിക്കുക, എന്ത് ന്യൂട്രീഷണൽ വാല്യൂ ആണ്, അല്ലെങ്കിൽ ഒരു റേഷ്യോ ഇമ്പാക്ട് നിങ്ങളുടെ ശരീരത്തിൽ ക്രോണിക്, അതായത് വളരെ ക്രോണിക് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു ക്രോണിക് ഐ മീൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂട്രീഷണൽ റേഷ്യോ എന്താണ് എന്നത് നിങ്ങൾ ഒരു ചാറ്റ് ജിപിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടും. ആൻഡ് ദ റേഷ്യോ ഇസ് omega 6 omega 3. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ഫാറ്റാണ്. ഓക്കെ, omega 6 ഒരു പ്രോ ഇൻഫ്ലമേറ്ററി ഫാറ്റി ആസിഡ് ആണ്, ആൻഡ് omega 3 ആന്റി ഇൻഫ്ലമേറ്ററി ഫാറ്റി ആസിഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരേ ബാലൻസിലാണ് ഉണ്ടാവണം. ഒരു മോളിക്യൂൾ omega 6 ആണെങ്കിൽ ഒരു മോളിക്യൂൾ omega 3 ഉണ്ടാവണം. സോ ദാറ്റ് ഷുഡ് ബി ഇറ്റ് ഷുഡ് ബി ഇൻ ബാലൻസ്ഡ്. പക്ഷെ പ്രധാന പ്രശ്നം, നമ്മുടെ ഫുഡിൽ നിന്നെല്ലാം തന്നെ നമുക്കിപ്പോൾ കിട്ടുന്നത് യഥാർത്ഥത്തില് എന്താ പറയാ, omega 6 ആണ്. ഓക്കെ, ഇന്നിപ്പോ നമ്മൾ ഏതൊരു ആവറേജ് പേഴ്സണെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ദ റേഷ്യോ ഇസ് 20:1, സംടൈംസ് 25:1, ആൻഡ് സംടൈംസ് ഹയർ. വി ഹാവ് സീൻ പീപ്പിൾ വിത്ത് 120:1, 130:1. ആൻഡ് റിമെമ്പർ ദിസ്, യു കനോട്ട് ഫീൽ എ റേഷ്യോ. നമുക്കിത് ഈ റേഷ്യോ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബട്ട് യുവർ സെൽസ് ഇൻസൈഡ് യുവർ ബോഡി, they are living inside, they feel it every single day. ഓക്കെ, സോ ഇത് എവിടെയാണോ ഫീൽ ചെയ്യുന്നത്, ഈ റേഷ്യോയിൽ എവിടെയാണോ ബാലൻസ് വരുന്നത്, ആ സെല്ലുകൾ ഡാമേജ് ആവും. അതൊരു നമ്മുടെ അസുഖങ്ങളുടെ ഒരു സ്റ്റേജ് 1 ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇത് ടിഷ്യൂ ലെവലിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റേജ് 2 ആയിട്ട് കണക്കാക്കാം. ഓർഗൻ ലെവലിലേക്ക് വരുമ്പോൾ അത് സ്റ്റേജ് 3 ആയി, സിംറ്റംസ് ആയി, നമുക്ക് രോഗങ്ങളായി. സോ അപ്പൊ ഈ റേഷ്യോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇതിലൊരു പ്രധാന പ്രശ്നം ഇപ്പൊ omega 6 ആൻഡ് omega 3. ഇപ്പൊ നമ്മളൊരു വണ്ടി ഓടിച്ച് പോവാന്ന് വിചാരിക്കുക. ഒരു ടയറിനകത്ത് ഫുള്ള് നല്ല എയർ, ഓവർ ഇൻഫ്ലേറ്റഡ് ആണ്, നന്നായിട്ട് എയർ ഉണ്ട്. പക്ഷെ ഒരു ടയർ പഞ്ചറാണ്. നമുക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാൻ പറ്റും? ഒരു ടയർ ഫ്ലാറ്റ് ആണെങ്കിൽ നമുക്ക് അധികം ദൂരം മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുപോലെയാണ് ഈ ഒരു ബാലൻസ്. നമ്മുടെ ശരീരവും ഇങ്ങനെ തന്നെയാണ്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ omega 6, ഈ ഓവർ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ് നമ്മുടെ ബോഡിയിൽ, അല്ലെങ്കിൽ ഈ ഒരു റേഷ്യോ ആണ് നമ്മുടെ ശരീരത്തിലെങ്കിൽ ഈ കോശങ്ങളിലേക്ക് പോഷകങ്ങൾ അബ്സോർബ് ചെയ്യാൻ കഴിയാതെ വരും. ടോക്സിൻസിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാനും കഴിയാതെ വരും. ഉദാഹരണത്തിന്, നമ്മൾ ഭക്ഷണം കഴിച്ചു, ബ്ലഡിൽ ഗ്ലൂക്കോസ് വന്നു, മറ്റു പോഷകങ്ങൾ വന്നു. ഇതൊക്കെ കോശങ്ങൾക്കുള്ളിൽ പ്രവേശിച്ചെങ്കിൽ മാത്രമേ ആ ബയോ കെമിക്കൽ പ്രോസസ്സുകൾ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മെറ്റബോളിസം നടക്കുകയുള്ളൂ. പക്ഷേ ഈ സെൽ വാൾ, അതായത് ഈ സെൽ മെംബ്രെയിൻ ഹാർഡ് ആണെങ്കിൽ, ഈ omega 6 കൂടുതലാണെങ്കിൽ, ഇത് ഹാർഡ് ആണെങ്കിൽ ഇതൊന്നും ഉള്ളിലേക്ക് കടക്കില്ല. വിച്ച് മീൻസ് ദേ ഓൾ റിമെയിൻ ഇൻ യുവർ ബ്ലഡ്.
നമ്മൾ പോയിട്ട് ബ്ലഡ് ഷുഗർ നോക്കി കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ കൂടിയിട്ടുണ്ടാവും. ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഹൈപ്പോഗ്ലൈസീമിക് മരുന്നുകൾ എഴുതി തരും. ഓക്കെ, അല്ലെങ്കിൽ ഇൻസുലിൻ എഴുതി തരും. ആക്ച്വലി ദ റൂട്ട് പ്രോബ്ലം ഈസ് ക്രോണിക് ഇൻഫ്ലമേഷൻ. നമ്മൾ ഈ ഒരു സെല്ലിനെ കറക്റ്റ് ആക്കുക, അതിന്റെ മെയിൻറ്റെയിൻ, അതിന്റെ ദ്രവ്യത, ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ക്രോണിക് ഇൻഫ്ലമേഷൻ അതുപോലെ സെൽ മെംബ്രെയിൻ ഇന്റഗ്രിറ്റി, നിങ്ങൾ ഈ രണ്ട് വാക്കുകൾ എഴുതി വെക്കുക. ക്രോണിക് ഇൻഫ്ലമേഷൻ, സെൽ മെംബ്രെയിൻ ഇന്റഗ്രിറ്റി, ഇത് രണ്ടും നമുക്ക് രോഗങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കുന്നതിന്റെ അല്ലെങ്കിൽ രോഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനപരമായ ഒരു കാരണങ്ങളാണ് അല്ലെങ്കിൽ മെക്കാനിസങ്ങളാണ്. പ്രധാന കാരണങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുക? ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് കറക്റ്റ് ചെയ്യണമെങ്കിലും ഒരേ ഒരു മാർഗമേ ഉള്ളൂ, നമ്മൾ ഈ omega 6 to omega 3 റേഷ്യോ കറക്റ്റ് ആക്കുക. അതിന് നല്ല ഒരു ടൂൾ ആയിട്ടാണ് ഒരു സിൻസിനോ കമ്പനി, ഇറ്റ്സ് എ സ്വീഡിഷ് കമ്പനി, ലോകത്ത് ആദ്യമായിട്ട് ബാലൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ഇത് ഇവിടെ ഇന്ത്യയിലും അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിലോ ലാബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് അഡ്മിറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ലാബിലും പോകണ്ട. നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൊജക്ട് പരിചയപ്പെടുത്തിയ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ സഹായിക്കും. ഈ ടെസ്റ്റ് കിറ്റ് നമ്മുടെ വീട്ടിൽ വരും. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഫിംഗർ ടിപ്പിൽ നിന്ന് 2 ഡ്രോപ്പ് ബ്ലഡ് എടുത്ത് നമുക്ക് ഈ ടെസ്റ്റ് നമുക്ക് നടത്താം. ഇത് അയക്കാം. നമ്മൾ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ നമ്മൾ അയക്കുന്നത് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ നിന്ന് ഈ ടെസ്റ്റ് ബ്ലഡ് സാമ്പിൾ പോകുന്നത് ഈ ഒരു ലാബിലേക്കാണ്. ഇത് നോർവേയിലുള്ള ഓസ്ലോ സയൻസ് പാർക്കിലുള്ള വിറ്റാസ് അനലിറ്റിക്കൽ സർവീസസ് എന്ന് പറയുന്ന ഒരു ലാബാണ്. വലിയൊരു വളരെ ലോകപ്രശസ്തമായിട്ടുള്ള ഒരു ലാബാണ്. ഒരുപാട് വലിയ വലിയ ഫാർമ കമ്പനികൾ, അതല്ലെങ്കിൽ ഒളിമ്പിക് കമ്മിറ്റി, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ വലിയ വലിയ യൂണിവേഴ്സിറ്റീസ്, ഇവരെല്ലാം അവരുടെ ടെക്നിക്കൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ഒക്കെ ചെയ്യുന്ന ഒരു ലാബാണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഇതൊരു ടേൺ അറൌണ്ട് ടൈം എന്ന് പറയുന്നത് ഒരു 3 to 4 വീക്സ് ആണ്. നമുക്ക് ഈ ബ്ലഡ് സാമ്പിൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു 3-4 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ റിപ്പോർട്ട്, ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആണ്, നമുക്ക് ഇത് ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആൻഡ് വി വിൽ സീ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് അവർ ബോഡി. നമ്മുടെ റേഷ്യോ എന്താണെന്ന് അറിയാം. ഇതൊരു ഗ്ലോബൽ പ്രോജക്റ്റ് ആണ്. ഏകദേശം 100-ലധികം രാജ്യങ്ങളിൽ ഇപ്പോൾ ഇത് ഓപ്പറേഷനിലാണ്. ഈ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഈ ടെസ്റ്റ് നടക്കുന്നത് ഈ ലാബിലാണ്. ഇത് സിൻസിനോന്റെ ഒരു ലാബ് അല്ല, ഇതൊരു തേർഡ് പാർട്ടി ലാബാണ്. അപ്പൊ നമുക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സെല്ലുകളുടെ ഫങ്ഷൻസ്, ഇപ്പൊ ഇതൊരു സാമ്പിൾ റിപ്പോർട്ടാണ്. ഇത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണ്, ഒരു റിട്ടയർഡ് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം വളരെ വലിയ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് സപ്ലിമെന്റ്സ് ഒക്കെ ഒരു മാസം ഏകദേശം ഒരു 35,000-40,000 റുപ്പീസ് സപ്ലിമെന്റ്സിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരാളാണ്. omega 3 ക്യാപ്സ്യൂൾ മാർക്കറ്റിൽ ലഭിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് US എന്നൊക്കെ വരുത്തി കഴിക്കുന്ന ഒരാളാണ്. അതും സാൽമൺ ഫിഷ് ഓയിലൊക്കെ കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ 10-15 വർഷമായിട്ട് ഇതൊക്കെ കഴിച്ചിട്ട് പോലും അദ്ദേഹത്തിന്റെ റേഷ്യോ 74:1. മനസ്സിലാക്കുക, ഞാനിവിടെ സപ്ലിമെന്റ് പ്രൊമോട്ട് ചെയ്യാനുമല്ല. ഓക്കെ, അതായത് 35,000-40,000 രൂപയുടെ സപ്ലിമെന്റ്സും മറ്റു സാധനങ്ങൾ വാങ്ങി കഴിച്ചിട്ട് പോലും റേഷ്യോ ഇതാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളതല്ല, ഇതൊക്കെ ശരീരത്തിൽ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുക എന്നുള്ളത് കൂടിയാണ് നമുക്ക് ടെസ്റ്റിന്റെ പ്രാധാന്യം. അപ്പൊ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഹാർട്ടിന്റെ പ്രശ്നം, അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു മാർക്കറാണ് ഈ omega 3 ഇൻഡെക്സ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഒരു പ്രോആക്റ്റീവ് എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുന്ന ടെസ്റ്റുകൾ ഇതൊക്കെയാണ്: ബാലൻസ് ടെസ്റ്റ്, ഗട്ട് ഹെൽത്ത് ടെസ്റ്റ്, അതുപോലെ ഹോമോസിസ്റ്റൈൻ, HSCRP, ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെയാണ് നമുക്ക് രോഗാതുരമായ ഒരു അവസ്ഥയിലേക്ക് ശരീരം നീങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനുള്ള ഓപ്ഷൻ. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട മാർക്കറാണ് ഈ omega 3 ഇൻഡെക്സ്. ഇന്നിപ്പോൾ പുതിയ ഫൈൻഡിങ്സ് പ്രകാരം ശരീരത്തിൽ നമ്മുടെ ബ്ലഡിനകത്ത് ഈ omega 3 ഇൻഡെക്സ് 8% താഴെയാണെങ്കിൽ നമുക്ക് ഹാർട്ടിന് ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് 4%-ലേക്ക് താഴെ പോയി കഴിഞ്ഞാൽ 90% റിസ്ക് നമുക്കുണ്ട് എന്നുള്ളതാണ് പുതിയ ഫൈൻഡിങ്സ്. സോ ഹൗ മെനി ഓഫ് യു നോ ദാറ്റ് യു ആർ omega 3? ഒന്ന് ചാറ്റ് ചെയ്യാവോ? നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ ബ്ലഡിന്റെ omega 3 ഇൻഡെക്സിന്റെ അളവ് അറിയാം? എത്ര പേർക്ക് അറിയാം? ജസ്റ്റ് അറിയുന്ന ആൾക്കാർ യെസ് എന്നും അറിയില്ലാത്ത ആൾക്കാർ നോ എന്നും ടൈപ്പ് ചെയ്യൂ. ജസ്റ്റ് ലെറ്റ് മീ സീ. നിങ്ങളുടെ ബ്ലഡിനകത്ത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സാധനമാണ്. ഇന്നിപ്പോ ഇത് ഞാൻ പറയുന്ന കാര്യമില്ല, പുതിയ ഫൈൻഡിങ്സ് പ്രകാരം. യെസ്, 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 വൈ, യെസ്, നോ, യെസ്, നോ, യെസ്. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള റേഷ്യോ ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഒരു കൊളസ്ട്രോള്, ലിപ്പിഡ് പ്രൊഫൈല്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട്. പക്ഷെ ഓൾ ദോസ് ആർ ആക്ച്വലി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇപ്പൊ നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും അവർ ലിപ്പിഡ് പ്രൊഫൈലൊക്കെ നോർമൽ ആയിരിക്കും, ഒട്ടുമിക്ക ആൾക്കാരുടെ. അപ്പൊ സോ ദാറ്റ് ഈസ് വൈ ദിസ് ടെസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്. സോ അറിയുന്ന ആൾക്കാരും കുറേ ഉണ്ട്, അറിയാത്ത ആൾക്കാർ കുറേ ഉണ്ട്. സോ അറിയുന്ന ആൾക്കാർ സി ഇറ്റ് ഇസ് ഐ എം സോ ഹാപ്പി ദാറ്റ് many of you are checking, testing all these things. ആൻഡ് അറിയാത്ത ആൾക്കാർ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യുക, ബിക്കോസ് ദിസ് ഈസ് ഒരു ഫണ്ടമെന്റൽ റിക്വയർമെന്റ് ആണ്. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്.
for those who already done this. Then ഈ സിൻസിനെ പറയുന്ന ഈ റേഷ്യോ നമുക്ക് എത്ര ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, എങ്ങനെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ കറക്റ്റ് ആക്കി എടുക്കാം. സോ സിൻസിനോ കമ്പനി വാട്ട് ദേ സേ ദാറ്റ് വി ക്യാൻ ബ്രിങ് യു ബാക്ക് ഇൻ ടു ബാലൻസ് ഇൻ 120 days. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലൂടെ ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതെല്ലാം ഫിക്സ് ചെയ്യേണ്ടത് ഭക്ഷണത്തിലൂടെ തന്നെയാണ്. അതായത് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ അല്ലെങ്കിൽ അതിനാവശ്യമായ ഫാറ്റി ആസിഡ്സ് എന്തൊക്കെയാണോ അവിടെ ഡെഫിഷ്യന്റ് ആയിട്ടുള്ളത്, അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അത്തരത്തില് സിൻസിനോ കമ്പനി നമുക്ക് തരുന്നൊരു ഒരു 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 ഫോർമുലേഷൻ, ഇതൊരു 120 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം നമുക്കൊരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്നു എന്നതാണ്. ഇപ്പൊ സിൻസിനോ കമ്പനി എന്താണ് ചെയ്യുന്നത്? സോ ദേ ഹാവ് വെരി ബിഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫെസിലിറ്റി. ഈ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ കമ്പനിയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലുള്ള ആൾക്കാരാണ്. ഒരുപക്ഷെ നിങ്ങൾ പുതിയ പല കമ്പനികളുണ്ടാവും. ഇപ്പോ കഴിഞ്ഞ മാസം നമ്മളൊരു ന്യൂസ് കേൾക്കുകയുണ്ടായി. 25 കുട്ടികളാണ് കോഫ് സിറപ്പ്, അതായത് 4ഉം 5ഉം വയസ്സുള്ള കുഞ്ഞു മക്കള്, 25ലധികം കുട്ടികളാണ് ഒരു കോഫ് സിറപ്പ് വാങ്ങി കഴിച്ചു എന്നുള്ളതിന്റെ പേരിൽ മരണപ്പെട്ടത്. ആ കുട്ടികൾ വാങ്ങി കഴിച്ചതല്ല, ആ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. അവരുടെ പാരന്റ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടാവും, ഡോക്ടറെ കണ്ടിട്ടുണ്ടാവും, ഡോക്ടർമാർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു, മരുന്ന് കൊടുത്തു. ആരാണതിൽ, ഞാൻ ഒരാളെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ജീവൻ രക്ഷിക്കേണ്ട ഒരു മരുന്ന് കഴിച്ചിട്ട് പോലും 25ലധികം കുട്ടികൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇതൊന്നും ന്യൂസും അല്ല, ഒന്നുമല്ല, ആരും അറിയുന്നുമില്ല ഒട്ടുമിക്ക ആൾക്കാർ. നമുക്ക് വേറെ വേറെ വലിയ വലിയ വിഷയങ്ങളാണ് വേറെ. ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ എവിടേക്കാണ് പോണേന്നുള്ളത്. ഭക്ഷണത്തിലാണെങ്കിൽ വേറെ വേറെ പ്രശ്നങ്ങൾ. അപ്പോ ഇവിടെ ഈ കമ്പനി ചെയ്യുന്നത് എന്താണ്? ഇവര് ഒരുപാട് ഇത്തരത്തിലുള്ള വലിയ സയന്റിസ്റ്റുകൾ, റിസർച്ചേഴ്സ് ഉള്ള ആൾക്കാരുണ്ട്. ദേ പ്രിപ്പയർ നോട്ട് മെഡിസിൻ. ഇവിടെ മെഡിസിൻ അല്ല, ദേ പ്രിപ്പയർ ഫുഡ്. അവരിവിടെ ഭക്ഷണമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമുക്ക് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി ലഭിക്കാൻ തക്കതായ ചില സ്പെഷ്യൽ ഫോർമുലേഷൻസ്. ഈ ഫോർമുലേഷൻസിൽ ഉൾപ്പെട്ടുള്ളതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. അത്തരത്തിൽ ഇന്ത്യയിൽ അവർ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ഉള്ള ഒരു സാധനമാണ് സിൻസിനോ ബാലൻസ് ഓയിൽ. ഇത് നിങ്ങൾ ആരെങ്കിലും വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തയ്യാറാവുന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പഠിക്കുക, ആദ്യം മനസ്സിലാക്കുക. വാങ്ങുന്നുണ്ടെങ്കിൽ നേരിട്ട് ഈ കമ്പനിയിൽ നിന്ന് മാത്രം വാങ്ങിക്കുക. കാര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും ആദ്യം വരുന്ന പ്രൊഡക്റ്റുകൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നിങ്ങൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫേക്ക് പ്രൊഡക്റ്റുകളുണ്ട്. ഒരുപക്ഷെ ഈ പേരിൽ തന്നെ കാണാം, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് നേരിട്ട് ഈ കമ്പനിയിൽ നിന്ന് തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വാങ്ങണം എന്ന് ആഗ്രഹിക്കും. ഞാൻ ഇത് പറയാൻ കാരണം ഇന്ന് പോലും എനിക്ക് ഇതിന്റെ കുറെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ട്സിന്റെ ഒരു ലിങ്കുകളും കാര്യങ്ങളും കിട്ടേണ്ടായി. അതുകൊണ്ടാണ്. കാര്യം അത്രമാത്രം ഒരു ഒരു എന്താ പറയാ, കാശ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വി ഷുഡ് ബി വെരി കോൺഷ്യസ്. ദെൻ ഈ ബാലൻസ് ഓയിലിനകത്ത് ഉള്ളത് എന്താണ്? ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇതിനകത്ത് ഫിഷ് ഓയിൽ ഉണ്ട്, ഒലീവ് ഓയിൽ ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. വിറ്റമിൻ ഡി, വിറ്റമിൻ ഇ പോലെ നമുക്ക് ഡെയിലി ആവശ്യമുള്ള, യഥാർത്ഥത്തിൽ നമുക്ക് ഇതെല്ലാം. അപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നിങ്ങളൊരു 100 പേരെ എടുത്ത് ടെസ്റ്റ് ചെയ്താൽ EPA, DHA, വൈറ്റമിൻ ഡി ഇതൊക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഒരാൾ പോലും ഉണ്ടാവില്ല. ഏകദേശം 7000 ടെസ്റ്റ് ചെയ്തിട്ട് ഒരാൾ മാത്രമാണ് EPA, DHA നോർമലായിട്ടുണ്ടായത് ഇന്ത്യയിൽ. വൈറ്റമിൻ ഡിയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിന്റെ കുറവുകൾ കൊണ്ട് പലപ്പോഴും പ്രശ്നമുണ്ട്. ഈ കുറവുകളെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് മരുന്ന് കഴിച്ചിട്ടാണ്. പലപ്പോഴും മരുന്ന് കഴിച്ച് നമ്മൾ ആ കുറവുകളെല്ലാം ഫിക്സ് ചെയ്യുന്നത്. മരുന്ന് കഴിച്ച സിംറ്റംസിനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഇനി ഇതിനു വേണ്ടി പലപ്പോഴും മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സപ്ലിമെന്റ്സ് മാർക്കറ്റിലുണ്ട്. ഇതും അടുത്തൊരു പ്രശ്നമാണ്. സപ്ലിമെന്റ്സ് വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളത്, ഇതൊക്കെ വർക്ക് ആവുണ്ടോ ഇല്ല എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനാണ് നമുക്ക് ടെസ്റ്റ് ബേസ്ഡ് ഈ ഒരു ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഞാൻ ഫാർമയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഒരുപാട് സപ്ലിമെന്റ്സ് മാർക്കറ്റിലുണ്ട്. ഇതിന്റെ ഗുണനിലവാരം നമ്മൾ മെഷർ ചെയ്യുന്നത് OSI എന്നാണ് പറയുക, ഓയിൽ സ്റ്റെബിലിറ്റി ഇൻഡെക്സ്. ഇത് നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ അറിയാം. ഇന്ന് മാർക്കറ്റിലുള്ള 97% സപ്ലിമെന്റ്സും നമുക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൈസ അല്ല നോക്കേണ്ടത്, വാല്യൂ, എന്ത് വാല്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു സപ്ലിമെന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഇതാണ്: മതിയായ അളവിൽ ഈ പറയുന്ന സാധനങ്ങൾ ഉണ്ടോ? അതായത് നമുക്ക് വേണ്ട EPA, DHA മിനിമം 1300 മില്ലിഗ്രാം EPA വേണം, DHA 700 മില്ലിഗ്രാം വേണം, ആൻഡ് omega 7, omega 9, ആൻഡ് ദോസ് ആർ ആക്ച്വലി നോൺ എസെൻഷ്യൽ, ബട്ട് പോളിഫിനോൾസ് ആർ എസെൻഷ്യൽ. ആന്റി ഓക്സിഡൻസ് വേണം, വൈറ്റമിൻ ഡി നമുക്ക് വേണം. ഇതെല്ലാം മതിയായ അളവിൽ കിട്ടുന്നുണ്ടോ ആ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളിൽ നിന്നാണ് ആദ്യം നോക്കേണ്ടത്. ഇത് മതിയായ അളവിൽ കിട്ടണമെങ്കിൽ സപ്ലിമെന്റ് ഒക്കെ, ക്യാപ്സൂളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ മിക്കവാറും 15-20 ഒക്കെ കഴിക്കേണ്ടി വരും. ഇനി അത് കഴിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ഗുണനിലവാരം എന്താണ്? ഒരു കോഫ് സിറപ്പ് വാങ്ങിയിട്ട് കുഞ്ഞുങ്ങള് മരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭീതി അല്ലെങ്കിൽ ഭയാനകമാണ് ഈ ഒരു സിറ്റുവേഷൻ.
ഇപ്പൊ ഹെൽത്ത് പ്രൊഡക്ട്സ് കരുതി നമ്മളെല്ലാം വാങ്ങുന്ന ഹെൽത്ത് പ്രൊഡക്ട്സ് അല്ല. ഇതൊക്കെ ആര് സർട്ടിഫൈ ചെയ്യുന്നു, എന്ത് ഗുണനിലവാര പ്രക്രിയയിലാണ് ഇത് വരുന്നത് എന്നൊക്കെ നമ്മൾ നോക്കണം. ഇതിനൊക്കെ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു ഫോർമുലേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഇൻഫോംഡ് സ്പോട്ട്, അല്ലെങ്കിൽ ഇൻഫോംഡ് ചോയ്സ്, കൊളോൺ ലിസ്റ്റ്, ഇങ്ങനെ ഒരുപാട് വീഗൻ സൊസൈറ്റി, ഇതെല്ലാം തന്നെ ഇതിന്റെ ക്വാളിറ്റി കൺട്രോൾ. ഇതൊന്നും കമ്പനി നേരിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഏജൻസി വഴിയല്ല. ഇതിനൊക്കെ ഓരോ വളരെ നിയോഗിക്കപ്പെട്ട വേൾഡ് വൈഡ് ആയിട്ടുള്ള ഗ്ലോബൽ അക്രഡിറ്റേഷൻ സെന്റേഴ്സ് ആണ്. ഹയസ്റ്റ് ക്വാളിറ്റി കെയറിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ട്സ് ആണ്. ഇതെന്താണ് ഈ സർട്ടിഫിക്കേഷൻസിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ChatGPT-യിലോ അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ ഒരു ഗുണനിലവാരത്തിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ 100 വയസ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് വരെ ഇത് കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക്, ഗർഭിണികളായിട്ടുള്ള ആൾക്കാർക്ക്, പാല് കൊടുക്കുന്ന അമ്മമാർക്ക് ഇതൊക്കെ വളരെ എസെൻഷ്യൽ ആണ്, നിർബന്ധമാണ്. ഓക്കെ, ഇതിന്റെ ഒരു 18ഓളം ഹെൽത്ത് ക്ലെയിംസ് ആ വാക്കുകൾ നമ്മൾ നോക്കുക. ഹെൽത്ത് ക്ലെയിംസ് ആർ അപ്രൂവ്ഡ് ബൈ യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി. യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി 18ഓളം ഹെൽത്ത് ക്ലെയിംസ്, അതായത് ബ്രെയിൻ ഫംഗ്ഷൻ നോർമൽ ആക്കുന്നു, ഫംഗ്ഷൻ നോർമൽ ആക്കുന്നു, നോർമൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് ബ്രസ്റ്റ് ഫെഡ് ഇൻഫാൻസ്. ഗർഭസ്ഥ ശിശുവിന്റെ, കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്, കണ്ണുകളുടെ ഡെവലപ്മെന്റ്, ഇങ്ങനെ തുടങ്ങിയ ഒരു 18ഓളം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോള്, ട്രൈഗ്ലിസറൈഡ്സ്, ഇതൊക്കെ ഈ കാലഘട്ടത്തിലും ഇതിനൊക്കെ ആയുഷ്കാലം മുഴുവൻ മരുന്നുമായി കഴിക്കുന്ന ഒരു ജനസമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഓക്കെ, റിമെമ്പർ, ടെമ്പററി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ഒരു ഹയസ്റ്റ് ബ്ലഡ് പ്രഷറിൽ വന്നു അല്ലെങ്കിൽ ഡയബറ്റീസിൽ വന്നു, അത് നമ്മളൊരു തൽക്കാലം മരുന്ന് കഴിച്ചേ പറ്റൂ, വേറെ നിവൃത്തിയൊന്നുമില്ല, ഡോക്ടറെ കാണുന്നു, മരുന്നുകൾ കഴിച്ചേ പറ്റൂ. പക്ഷെ അത് പെർമനന്റ് ആയിട്ട് അത് ചെയ്യരുത്. ഈ കാലഘട്ടത്തിൽ അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വലിയ മണ്ടത്തരമാണ്. ബിക്കോസ് ഇതൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ ഇന്ന് സാധിക്കും എന്നുള്ളതാണ് പുതിയ പഠനങ്ങളും അതിനുള്ള സൊല്യൂഷൻസും നമുക്കുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കാൻ മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് ഇതൊക്കെ കഴിച്ച് ഗുണമാവുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഗസ് ചെയ്യാൻ മാത്രമല്ല, സിംറ്റംസിനെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടല്ല, നമുക്ക് വീണ്ടും ഇത് ടെസ്റ്റ് ചെയ്യാം. വി ക്യാൻ റീടെസ്റ്റ് ആൻഡ് വി ക്യാൻ വെരിഫൈ. സോ ഫസ്റ്റ് യു മെഷർ യുവർ ഹെൽത്ത് സ്കോർ, ദെൻ നമ്മളത് ഫിക്സ് ചെയ്യുക, ദെൻ നമ്മൾ റീടെസ്റ്റ് ചെയ്യുക, വെരിഫൈ ചെയ്യുക. 4 മാസത്തിനുള്ളിൽ 95% ആളുകളും ഇത് ബാലൻസിലേക്ക് വന്നിട്ടുണ്ടാവും. ഞാൻ നേരത്തെ കാണിച്ച 74:1 എന്ന് പറയുന്ന റേഷ്യോ 5 മാസം കൊണ്ട് ഇത് ഓൾമോസ്റ്റ് 3.5, ഓൾമോസ്റ്റ് ബാലൻസിലേക്ക് വന്നു, 3.5:1 വന്നു. അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ വാല്യൂ 0 ആയിരുന്നു, അത് 64%ലേക്ക് വന്നു. omega-3 ഇൻഡെക്സ് 1.4 ആയിരുന്നു, 6% വന്നു. ഇനിയും അത് ഇംപ്രൂവ് ചെയ്യാനുണ്ട്, പക്ഷെ എന്നാലും സംവാട്ട് ഒരു മോഡറേഷനിൽ അത് വന്നു. അതുപോലെ omega-6 നോർമലായി, mental strength improved ആയി, സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഇംപ്രൂവ്ഡ് ആയി. സോ ഓൾ ദീസ് ആർ ക്രിട്ടിക്കൽ മാർക്കേഴ്സ്, യുനോ, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഫംഗ്ഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ഇനി അതോടൊപ്പം തന്നെ വൺ മോർ തിങ് ദാറ്റ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്ന മറ്റൊരു സാധനമാണ് ഗട്ട് മൈക്രോബയോം. അതായത് ഗട്ടിനെ പറയുന്നത് നമ്മൾ സെക്കൻഡ് ബ്രെയിൻ എന്നാണ്. അപ്പോ സം സയന്റിസ്റ്റ് കോൾ ഇറ്റ് സെക്കൻഡ് ബ്രെയിൻ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പഠനങ്ങളും ബുക്കുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സെക്കൻഡ് ബ്രെയിൻ പോലും അല്ല, അത് ഫസ്റ്റ് ബ്രെയിൻ ആയിട്ട് വിശേഷിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഗട്ടിനകത്ത്, വാട്ട് ലിവ്സ് ഇൻസൈഡ് അവർ ഗട്ട് ഡിറ്റർമൈൻസ് ഹൗ വി അബ്സോർബ് ന്യൂട്രിയൻസ്. ദാറ്റ് ഈസ് അനദർ തിങ്. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ കഴിക്കുന്ന ഭക്ഷണത്തെ എന്തായി വിഘടിപ്പിക്കുന്നു, എന്തായിട്ടാണ് ബ്ലഡിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതും നമ്മൾ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സെല്ലുലർ ഫങ്ഷൻസ് നമ്മൾ കറക്റ്റ് ആക്കുക. അതോടൊപ്പം രണ്ടാമത്തെ പ്രധാന ഘടകമാണ് ഗട്ട് ഹെൽത്ത് നമ്മൾ കറക്റ്റ് ആക്കുക എന്നുള്ളത്. ബിക്കോസ് ഈ ഗട്ടാണ്, ഇത് ഡൈജഷൻ മാത്രമല്ല, ദിസ് ഗട്ട് ഈസ് റെഗുലേറ്റിംഗ് അവർ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഇൻഫ്ലമേഷനെ അത് മാനേജ് ചെയ്യുന്നു, മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ അത് എൻഹാൻസ് ചെയ്യുന്നു, ഒരുപാട്. അതുപോലെ ലിപ്പിഡ് റെഗുലേഷൻ, ഇങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, ഈവൻ GLP-1 സ്റ്റിമുലേഷൻ. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളുടെ പൊതുവെയുള്ള ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളാണ്. അപ്പൊ ഇത് നമുക്കൊരു ടെസ്റ്റ്, ഗട്ട് ഹെൽത്ത് ടെസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഗട്ട് ഹെൽത്ത് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് ഈ ഓയിൽ പോലെ തന്നെ നമുക്കൊരു പ്രീബയോട്ടിക് ഫൈബറിന്റെ, അതായത് ഈ ഓയിൽ നമുക്ക് സെല്ലുകളുടെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആക്കുന്നത് പോലെ ഈ ഗട്ടിൽ മൈക്രോബ്സിനെ നമുക്ക് ത്രൈവ് ചെയ്യിക്കണമെങ്കിൽ അതിന് വേണ്ട ഒരു ഭക്ഷണമാണ് പ്രീബയോട്ടിക് ഫൈബർ. അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയ ഉണ്ട് ഇൻസൈഡ് അവർ ഗട്ട്. അപ്പൊ അതിന് വേണ്ട ആ ഡിഫറെന്റ് ടൈപ്പ് ഫൈബർ അടങ്ങിയ ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ബ്ലെൻഡ് ആണ് സിനോബയോട്ടിക് പ്ലസ്. അതും ഈ ആഴ്ച വളരെ സന്തോഷപൂർവ്വം അറിയിക്കട്ടെ, ഈ ആഴ്ച മുതൽ അത് ഇന്ത്യയിൽ അവൈലബിൾ ആവുകയാണ്. ഈ രണ്ട് സാധനം നിങ്ങൾക്ക് ഒരു മാസം ഇത് രണ്ടും കൂടി വാങ്ങി കഴിക്കാനായിട്ട് ഏകദേശം ഒരു 8,000-9,000 റുപ്പീസ് മതിയാവും. അപ്പൊ അത് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇപ്പൊ നമുക്കറിയാം, നമ്മളുടെ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് പ്രോസസ്ഡ് ഓയിൽസ്, അല്ലെങ്കിൽ ലോ ഫൈബർ, ഹൈ ഷുഗർ, ക്രോണിക് സ്ട്രെസ്, ഓൾ ദീസ് ആർ ക്വയറ്റ്ലി ഡിസ്ട്രോയിങ് ദീസ് സെല്ലുലാർ ഫങ്ഷൻസ് ആൻഡ് ഗട്ട് ഇക്കോസിസ്റ്റം. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇതിലൂടെ. ആൻഡ് ദെൻ കമ്പനി ആക്ച്വലി ഈസ് ഫ്രം സ്വീഡൻ.
ഇവരുടെ നോർവേ, ഐസ്ലാൻഡ് പോലത്തെ രാജ്യങ്ങളിലൊക്കെയാണ് ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉള്ളത്. ആൻഡ് നേരത്തെ ആസ് ഐ ടോൾ യു ബിഫോർ 100+ കൺട്രീസിൽ ഇപ്പോൾ ഓപ്പറേഷനിലാണ്. ആൻഡ് ഇന്ത്യയിൽ നമുക്കിപ്പോൾ ഇതെല്ലാം അവൈലബിൾ ആണ്. ആൻഡ് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഇവരുടെ ക്ലയൻസ് ഒക്കെ ആയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് എ ടെസ്റ്റിമോണിയൽ ഓഫ് മൈ മദർ ഇൻ ലോ. ഒരു ഫാറ്റി ലിവർ ഉണ്ടായിരുന്ന ഒരാളാണ്. ഒപ്പം തന്നെ ബൾക്കി യൂട്രസ്. ഏകദേശം ഒരു 6 മാസം കൊണ്ട് ഹെപ്പറ്റോമെഗലി, അതായത് 19.9 സെന്റിമീറ്റർ ലിവർ സൈസ് ഉണ്ടായിരുന്നത് 13 സെന്റിമീറ്ററിലേക്ക് നോർമൽ സൈസിലേക്ക് വന്നു. ഒപ്പം തന്നെ യൂട്രസിന്റെ സൈസ് ചെറുതായി. സോ വളരെ അത്തരത്തിലുള്ള ഒരുപാട് സ്റ്റോറീസ് നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇവിടെ വളരെ ഇന്റൻഷനലി സ്റ്റോപ്പ് ചെയ്യാണ്, ബിക്കോസ് ഇതിന്റെ സയൻസ് ബിഹൈൻഡ് ഓൾ ഓഫ് ദിസ് ഡിസേർവ്സ് മോർ ദാൻ എ സമ്മറി, ആൻഡ് ഇറ്റ് ഡിസേർവ്സ് എ ഡോക്ടർ. അപ്പോ ഇന്നിപ്പോ നമ്മുടെ കൂടെ ഒരു ഡോക്ടർ ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേറ്റ് കണ്ണാടി നോക്കാറുണ്ട്. നമ്മൾ നമ്മുടെ മുടി നോക്കും. ഇപ്പൊ എനിക്ക് മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ മുടി നോക്കാറില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഷർട്ട് നോക്കും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ഒക്കെ നോക്കും. പക്ഷെ നമ്മൾ നോക്കേണ്ട അനദർ മിറർ വി നെവർ ലുക്ക് ഇൻ ടു ഈസ് ദ ബയോളജിക്കൽ മിറർ. നമ്മുടെ ഒരു ബയോളജിക്കൽ മിറർ ആണ്. ആൻഡ് ദ മിറർ ദാറ്റ് ഷോസ് യു വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് അറ്റ് സെല്ലുലാർ ലെവൽ റൈറ്റ് നൗ. ഇത് നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് മോസ്റ്റ് ഓഫ് us ഹാവ് നോ ഐഡിയ വാട്ട് അവർ ഇൻഫ്ലമേഷൻ ബാലൻസ് ഈസ്. ആൻഡ് വി ഡോണ്ട് നോ അവർ സെല്ലുലാർ ഇൻഫ്ലമേഷൻ സ്റ്റാറ്റസ്. ആൻഡ് വി ഡോണ്ട് നോ വാട്ട് അവർ ഗട്ട് ഹെൽത്ത് ലുക്സ് ലൈക്ക്. And we make food decisions, supplement decisions, lifestyle decisions completely in the dark. പോസ്റ്റ് കോവിഡ് ഇപ്പോ ഒരുപാട് ആൾക്കാർ ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒരുപാട് IT പ്രൊഫഷണൽസിനെ കാണാറുണ്ട്, ഡോക്ടേഴ്സിനെ കാണാറുണ്ട്, ടീച്ചേഴ്സിനെ കാണാറുണ്ട്, യങ് പാരന്റ്സിനെ കാണാറുണ്ട്. ഓൾ ആസ്കിങ് ദ സെയിം തിങ്. ഐ ഡോണ്ട് ഫീൽ സിക്ക്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഐ ഡോണ്ട് ഫീൽ ഫുള്ളി വെൽ ഈതർ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു 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 ഉന്മേഷം ഇല്ല, ഒരു എനർജി ഇല്ല. അതെന്താണെന്ന് അറിയില്ല. വേറെ പ്രശ്നമൊന്നുമില്ല, ടെസ്റ്റൊക്കെ എല്ലാം നോർമലാണ്. ആൻഡ് ദി ആൻസർ വെരി ഓഫൻ ഈസ് നോട്ട് എ ഡിസീസ്, ഇറ്റ്സ് എൻ ഇംബാലൻസ്, measured, correctable, and reversible if you know about it in time. Okay, so think about that Suresh again. He wasn't unintelligent. അറിവില്ലാത്തതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു അറിവില്ലാത്ത ഒരാളൊന്നും ആയിരുന്നില്ല. കെയർലെസ് ആയിട്ടുള്ള ഒരാളും ആയിരുന്നില്ല. ഹി വാസ് അൺഇൻഫോംഡ് ആൻഡ് നോ ബഡി ഹാഡ് ഷോൺ ഹിം ഹൗ ടു ലുക്ക്. ഇത് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളിത് അറിയുക, മനസ്സിലാക്കുക, ലുക്ക് യുനോ അതിന് നമ്മൾ തയ്യാറാവുക. ബിക്കോസ് ഹിയർ ഈസ് ദ സ്റ്റോറി ചേഞ്ചസ്. ഇപ്പോ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മോടൊപ്പം ഇന്നൊരു വളരെ യങ് ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ട്. സോ ഷീ ഈസ് നോട്ട് സ്റ്റാർട്ടഡ് ഹെർ പ്രാക്ടീസ് യെറ്റ്. ഇപ്പോഴും ഒരു പഠിച്ച് അതിൻ്റെ ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ തുടങ്ങിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോ ഞാൻ എന്തായാലും ഫ്രണ്ട്സ്, എവറിത്തിങ് ഐ ഷെയർഡ് വിത്ത് യു ടുഡേ കെയിം ഫ്രം ലിവ്ഡ് എക്സ്പീരിയൻസ്. ഞാൻ സംസാരിക്കുന്നതൊക്കെ എൻ്റെ ജീവിത എക്സ്പീരിയൻസിൽ നിന്നാണ്, മറ്റുള്ള ആളുകളുടെ സ്റ്റോറീസിൽ നിന്നാണ്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഫ്രം വാച്ചിങ് പീപ്പിൾ അറൌണ്ട് മീ. ഓക്കെ, ബട്ട് യു ഡിസേർവ് മോർ ദാൻ സ്റ്റോറീസ്. യു ഡിസേർവ് ദ സയൻസ്. ആൻഡ് ഫോർ ദാറ്റ്, ഇപ്പോൾ ആ സയൻസ് പഠിച്ച ഒരാൾ എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ പഠിച്ച് ഇറങ്ങുന്നേ ഉള്ളൂ. So I want to bring in someone who's, so the depth of understanding on this topic that would be exceptional. So Dr. Jaslyn is with us. Okay. So she is a BNYS doctor, and so she will be explaining all these things. So thank you so much for listening and participating with us today. And I'm so happy and excited to invite our Dr. Jaslyn. So, over to you. Thank you so much. Yeah, please. Welcome to our wellness. താങ്ക് യു ഉപ്പ. Yes, yes. ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ ഡോക്ടർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സെൽഫായിട്ട്. ഞാൻ ഡോക്ടർ ജാസ്ലിൻ. ഞാനൊരു ഡോക്ടർ ആയിട്ടില്ല, ഒരു ഫുള്ളി ഫോം ഡോക്ടർ ആയിട്ടില്ല. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഹൗസ് സർജൻ CBNYS. സോ എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, ഇതെന്റെ ഉപ്പയാണ്, ഷാജി സർ. ഇറ്റ്സ് മൈ ഫാദർ. ആൻഡ് ഉപ്പ കുറച്ചു മുന്നേ ഉപ്പ പറഞ്ഞിരുന്നു, ഈവൻ എനിക്ക് കുറച്ചുകൂടെ ഒരു ബയോളജിക്കലി വരുമ്പോൾ അത് കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു സിനാരിയോയില് ഈവൻ മോസ്റ്റ് ഓഫ് ദി ഡോക്ടേഴ്സ് അവര് പോലും ഇതിനെ പറ്റിയൊന്നും അവെയർ അല്ല.
So that's why that all the lifestyle disorders like even diabetes, hypertension, PCOD, and even cancers are so common now. So all these happens because even doctors are not bothered about what is happening around us and what is lacking in all of us. So നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇംബാലൻസിനെ പറ്റിയിട്ട്. സോ വാട്ട് ഈസ് ആക്ച്വലി ഇംബാലൻസ്? നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ, ഒരു ഹ്യൂമൻ ബോഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 ബില്യൺ ആൻഡ് ബില്യൺ, ദാറ്റ് ഈസ് ഒരു 7 ഇട്ട് കഴിഞ്ഞ് ഒരു 27 സീറോസ് അതിന്റെ കൂടെ ആഡ് ചെയ്യണം. അത്രയും കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് അവർ ബിയോണ്ട് അവർ മൈൻഡ് ടു തിങ്ക് അബൌട്ട്, അല്ലെ? അത്രയും അധികം കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു മാജിക്കൽ ഡാൻസ് ബിറ്റ്വീൻ ഓൾ ദീസ് കെമിക്കൽ റിയാക്ഷൻസ്. സോ ഇതാണ് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ഡിസീസ്, അല്ലെങ്കിൽ നമ്മുടെ ബയോളജിക്കൽ ഏജിങ്, ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മുടെ ഓരോ വർഷം കൊണ്ട് നമുക്ക് പ്രായമാകുന്നത് ഓക്കെ, ബട്ട് ആക്ച്വലി ദ ബയോളജിക്കൽ ഏജിങ്, സോ ദാറ്റ് ഈസ് ഡിറ്റർമൈനിങ് ബൈ അസ് ഓൺലി. ഒരു ബയോളജിക്കൽ ഏജിങ് എന്താവണം, നമ്മൾ എങ്ങനെയാവണം, നമ്മുടെ സെല്ലുകൾ എങ്ങനെയാവണം തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. സോ ഓൾ ദീസ് കെമിക്കൽ റിയാക്ഷൻസ് ആർ ഡിസ്ക്രൈബിങ് അവർ ബയോളജിക്കൽ ഏജിങ് ആൻഡ് അവർ ഹെൽത്ത് ആൻഡ് ദ ഡിസീസ്. സോ നമ്മുടെ റോൾ എന്താണ് ഈ ഒരു ഏജിങ് കാര്യങ്ങളാണെങ്കിലും ഡിസീസിലാണെങ്കിലും ഹെൽത്തിലാണെങ്കിലും? എന്താണ് നമ്മുടെ ഒരു റോള്? നമ്മുടെ റോൾ എന്താന്ന് വെച്ചാൽ ഇതിനെല്ലാം ഫൈൻ ട്യൂൺ ചെയ്യുക. എന്നുള്ളത് നമ്മുടെ കയ്യിലാണുള്ളത്. എങ്ങനെയാണ് ഈ ഒരു ബയോളജിക്കൽ റിയാക്ഷൻസിനെ ഫൈൻ ട്യൂൺ ചെയ്യേണ്ടത്? സോ എന്താണ് ഇംബാലൻസ്? ഇപ്പൊ നമ്മളിപ്പോ ബാലൻസ്ഡ് ഓയിലിനെ പറ്റി പറഞ്ഞു, അതേപോലെ സീനോബയോട്ടിക്കിനെ പറ്റി പറഞ്ഞു. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എന്താണ് ഇംബാലൻസ് എന്നുള്ളത്? നിങ്ങൾ ബയോളജിക്കലി അങ്ങനെയൊന്നും പറയണ്ട, ജസ്റ്റ് ഒരു നോർമലി ജനറലി എന്താണ് ഇംബാലൻസ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ബാലൻസ് അല്ലാത്തത് ഇംബാലൻസ്. ഓക്കെ, എന്താണ് ബാലൻസ് അല്ലാത്തത്? എവറിത്തിങ്. സോ നമ്മുടെ ശരീരത്തില് വേണ്ടുന്ന അളവിലുള്ള omega-3 omega-6 തമ്മില് പൊരുത്തപ്പെടാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, ഈ omega-3 omega-6 എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് കുറെ ന്യൂട്രിയൻസിന്റെ ആവശ്യമുണ്ട്. അതിന്റെ കൂടെയുള്ള ഒരു ന്യൂട്രിയന്റ് ആണ് omega-3 omega-6. ഇമ്പോർട്ടന്റ് കോമ്പണന്റ് ആക്ച്വലി. ബട്ട് ഞാൻ തന്നെ പറയാം, ഒരു ഇംബാലൻസ് എന്ന് പറയുന്നത് ജനറലി പറയുകയാണെങ്കിൽ ടു മച്ച് ഓഫ് ബാഡ് സ്റ്റഫ് ആൻഡ് നോട്ട് ഇനഫ് ഗുഡ് സ്റ്റഫ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബാഡ് സ്റ്റഫുകൾ ഉണ്ട്, ബട്ട് വേണ്ടതായ രീതിക്കുള്ള ഗുഡ് സ്റ്റഫുകൾ ഇല്ല. ഇതാണ് ജനറലി ഒരു ഇംബാലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So what do we need to answer is only for two questions, like what do you need to get rid of to create this imbalance? To what do you get rid of? എന്താണ് നിങ്ങൾ തരണം ചെയ്യേണ്ടത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ what do you need to put into your system to create the balance? എന്താണ് നിങ്ങൾ ഇംബാലൻസിന് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ഗെറ്റ് റീഡ് ചെയ്യേണ്ടത്, അതേപോലെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ശരീരത്തിലോട്ട് കൊടുക്കേണ്ടത്? അതാണ് ഇംബാലൻസ്. ലൈക്ക് അങ്ങനെയാണ് നമ്മൾ അതിനെ തരണം ചെയ്യേണ്ടത്. വേറൊരു വേർഡ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇംബാലൻസ് എന്നത് നമ്മുടെ എക്സ്പോസോം എന്ന് പറഞ്ഞ സ്ട്രക്ചറിന് റിലേറ്റ് ആയിട്ടിരിക്കും. ഈ എക്സ്പോസോം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ജീനോമിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ജീൻസ്, നമ്മുടെ സെല്ലിലുള്ള ഒരു ഇതാണ് ജീൻസ് എന്ന് പറയുന്നത്. ഈ ജീൻസിന്റെ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഈ എക്സ്പോസോം എന്ന് പറയുന്നത്. ഈ എക്സ്പോസോം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഫുൾ ഓഫ് ദ ലൈഫ് ടൈമിൽ നമ്മൾ എക്സ്പോസ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഈവൻ ബയോളജിക്കൽ ആണെങ്കിൽ സൈക്കോളജിക്കൽ ആണെങ്കിൽ അതുപോലെ കെമിക്കൽ ആണെങ്കിൽ എല്ലാ ഒരു ആസ്പെക്റ്റിലും നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മുടെ എക്സ്പോസോം. ഈ ഒരു എക്സ്പോസോം ആണ് 90% ഓഫ് നമ്മുടെ ഹെൽത്തും ഡിസീസും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈവൻ നമ്മൾ പറയുമ്പോൾ എല്ലാരും പറയും ഒരാൾക്ക് കുടവയറുണ്ട്, എന്റെ അച്ഛൻ ഉണ്ടായിരുന്നു കുടവയർ, അതുകൊണ്ട് എനിക്കും വന്നു. എന്റെ അച്ഛൻ ഡയബറ്റിക് ആയിരുന്നു, അതുകൊണ്ട് ഞാനും ഡയബറ്റിക് ആണ്. നമ്മളെ വേൾഡിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ബ്ലൂ സോൺസ് എന്ന് പറയുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഈ ബ്ലൂ സോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ 100 വർഷത്തിൽ കൂടെ ജീവിച്ച ആളുകളുടെ കുറച്ച് പോപ്പുലേഷൻസ് ആണ് ഈ ബ്ലൂ സോൺസ് കാണാൻ പറ്റുള്ളൂ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും അവർ ശ്വസിക്കുന്ന വായു, വെള്ളം, ഭക്ഷണം, അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ വർക്ക്, ലൈക്ക് എക്സസൈസ്, എല്ലാം ഒരു നോർമൽ ബാലൻസ്ഡ് വേയിലാണ് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നാച്ചുറൽ ആണ്, നോ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, നത്തിങ്. സോ these people are living around more than 100 years because they are biologically aging and chronologically, both everything goes in a normal way. സോ ജീൻസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ ജീൻസ് എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആണെങ്കിൽ കൂടെ നമ്മുടെ ബോഡിയിൽ ഈ ഒരു ജീൻസ് എന്ന് പറയുന്നത്
ഈ ജീൻസിനെ ടേൺ ഓൺ ചെയ്യാനും ടേൺ ഓഫ് ചെയ്യാനുള്ള കുറെ മെക്കാനിസംസ് ഉണ്ട്. സോ നമ്മളുടെ എക്സ്പോസോം അല്ലെങ്കിൽ നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അതിനനുസരിച്ചിരിക്കും നമ്മുടെ ജീൻസ് ഓൺ ആവണോ ഓഫ് ചെയ്യണോ എന്നുള്ള ഒരു മെക്കാനിസം അടിസ്ഥാനമാക്കിയുള്ളത്. ഈവൻ നമ്മുടെ കണ്ണിലാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗൻസ് ആവാനുള്ള ഇൻഫോർമേഷൻ നമ്മുടെ കണ്ണിലെ എല്ലാ ജീൻസിനും ഉണ്ട്. പക്ഷെ അത് കണ്ണ് തന്നെ ആവുന്നുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടീൻ കോഡിങ്ങും എല്ലാം കാര്യങ്ങളും നടക്കുന്നതുകൊണ്ടാണ് അതൊരു പ്രോപ്പർ ഓർഗനായി ഫോം ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ബോഡിയിൽ ബാക്കിയുള്ള പാർട്സുകൾ എല്ലാ ഇംബാലൻസ് വരുന്നത് പ്രോപ്പറായി കോഡിങ് നടക്കുന്നില്ല. അത് കോഡിങ് നടക്കാത്ത എന്തുകൊണ്ടാണ്? പ്രോപ്പർ ആയിട്ടുള്ള ഇൻപുട്ട് നമ്മൾ ബോഡിക്ക് കൊടുക്കാത്തതുകൊണ്ടാണ്. സോ ഓൾ ദീസ് ആർ ഡിറ്റർമൈനിങ് ബൈ അവർ എക്സ്പോസോം. സോ എന്താണ് എക്സ്പോസോം? നമ്മൾ ഓൾ ദ ലൈഫ് ടൈമിൽ നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മുടെ എക്സ്പോസോം. സോ വാട്ട് ഡു വി നീഡ് ടു ആഡ് ടു ക്രിയേറ്റ് ആൻ ഹെൽത്ത് ആൻഡ് വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് ഫോർ ദ ഹെൽത്ത്? എന്താണ് നമ്മുടെ ഹെൽത്തിന് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്? സോ നിറയെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ആക്ച്വലി. സോ ഫസ്റ്റ് ഞാൻ ഒരു ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ന്യൂട്രിയൻസ് ലൈക്ക് വൈറ്റമിൻസ്, മിനറൽസ്, ഫൈറ്റോ ന്യൂട്രിയൻസ്, എവറിഥിങ്, right balance of all the hormones and optimal level of sleep, that meditation, circadian rhythm, everything, all these are the proper ingredients for the health. ബട്ട് ഇതെല്ലാം ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ദ ഇൻപുട്ട് ദ ബോഡി. എന്താണ് നമ്മുടെ ബോഡിയിലോട്ടുള്ള ഇൻപുട്ട്? ദ റൈറ്റ് എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ്, ദ റൈറ്റ് എമൗണ്ട് ഓഫ് ദ ഫുഡ് വിച്ച് വി ആർ ടേക്കിംഗ്. ഇതാണ് നമ്മുടെ ബോഡിയിൽ മെയിൻ ആയിട്ട് വേണ്ട ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇൻപുട്ട് ദാറ്റ് വി നീഡ് അവർ ബോഡി ഫോർ ദി optimal functioning, that is the nutrients, the proper nutrients. So എന്തൊക്കെയാണ് ഈ ന്യൂട്രിയൻസ്? നമ്മുടെ ബോഡിയിൽ തന്നെ കുറെ ന്യൂട്രിയൻസ്, നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, മിനറൽസ്, വൈറ്റമിൻസ്, കുറെ സാധനങ്ങളുണ്ട് അതുപോലത്തെ ന്യൂട്രിയൻസ് ആയിട്ട്. സോ നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ എമൗണ്ട് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ് നമ്മുടെ ബോഡിയിൽ ഹെൽപ്പ് ആക്കുന്നത്. സോ ഹൗ ടു കീപ് ദ ബാലൻസ് ഓർ ഹൗ ദിസ് ഇംബാലൻസ് ആർ ഹാപ്പനിങ്? സോ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാതും സെക്കൻഡറി ആണ്. ബിക്കോസ് ഓൾ ദ സർക്കേഡിയൻ ഇതാണെങ്കിലും അതെ, അല്ലെങ്കിൽ നമ്മളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എല്ലാം ഇത് ഒരു എന്താ പറയാ സെക്കൻഡറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ബാക്കിയെല്ലാം നമ്മൾ നമ്മുടെ ബോഡിയിലോട്ട് കൊടുക്കുന്ന ഒരു ഇൻപുട്ട്, അതാണ് നമ്മളുടെ ഒരു ഫസ്റ്റ് ആൻഡ് ദ പ്രൈമറി തിങ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. സോ ഹൗ ടു കീപ് ദ ബാലൻസ് ഓർ വാട്ട് കോസിങ് ദ ഇംബാലൻസ്? നമ്മൾ എങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കണം, എന്തുകൊണ്ടാണ് ഈ ഇംബാലൻസ് നമ്മുടെ ബോഡിയിലോട്ട് വരുന്നത്? അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെഗുലേറ്റർ ഓഫ് ദ ഡിസീസ് ഈസ് ദ ഫുഡ്. നമ്മൾ പറയും, ഞങ്ങൾ നാച്ചുറോപ്പതിയിലാണെങ്കിലും നാച്ചുറോപ്പതി ഒരു മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഫുഡ് ഈസ് ദ മെഡിസിൻ എന്നാണ്. ബട്ട് ഫുഡ് ക്യാൻ ബി ഓൾസോ ദ പോയ്സൺ ഓൾസോ. ഫുഡ് വിൽ ബി ദ മെഡിസിൻ വെൻ വി ടേക്ക് ഇൻ ദ കറക്റ്റ് പ്രൊപ്പോർഷൻ ആൻഡ് ദ ബാലൻസ്, അതർവൈസ് ഇറ്റ്സ് എ പോയ്സൺ. സോ നമ്മളിപ്പോൾ കഴിക്കുന്ന ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ അത്രയും ഈ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മുടെ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാട്, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് ആ ഒരു ഫുഡ് മാത്രമല്ല പോകുന്നത്, അതിന്റെ കൂടെ തന്നെ കുറെ ടോക്സിൻസ് ലൈക്ക് ഓട്ടോജൻസ്, ഒബ്സനോജൻസ്, അങ്ങനെ കുറെ കാർസിനോജൻസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഫുഡിന്റെ കൂടെ നമ്മുടെ ബോഡിയിലോട്ട് പോകുന്നുണ്ട്. സോ ഇതെല്ലാം എന്താണ് നമ്മുടെ ബോഡിയിലോട്ട് ഈ ഒരു നാച്ചുറൽ അല്ലാണ്ട് ആഡ് ഓൺ ആയിട്ട് കൊടുക്കുന്ന കുറെ ടോക്സിൻസ് ആണ് ഇതെല്ലാതും. സോ ദീസ് ഇതെന്താ ചെയ്യുക നമ്മുടെ ബോഡിയിൽ? ഇത്രയും സാധനങ്ങൾ, ഈവൻ കാർസിനോജൻസ് ആണ് കുറെ നമ്മൾ ഈ സ്മോക്ക് ഫുഡ്, അതേപോലെ നോക്കുകയാണെങ്കിൽ ഒരു 50 to 60% ഓഫ് നമ്മുടെ ഡയറ്റ് എന്ന് പറയുമ്പോൾ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഡേറ്റിൽ ഒരു 60% ഓഫ് ദ ഡയറ്റും നമ്മളുടെ അൾട്രാ പ്രോസസ്ഡ് ഫുഡാണ്. സോ നമ്മൾ കഴിക്കുന്ന അൾട്രാ പ്രോസസ്ഡ് ഫുഡിൽ നമ്മൾ 10% വെച്ച് കഴിക്കുന്നതോറും നമ്മുടെ ചാൻസസ് ഓഫ് ഡെത്ത് ആർ ഇൻക്രീസിംഗ് ബൈ 14%. ഈവൻ നമ്മൾ കിഡ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ജനിച്ചു വീഴുന്ന കുട്ടികളിൽ പോലും കെമിക്കൽസ് കാണപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്സുകൾ പറയുന്നത്. ഈവൻ നമ്മൾ കഴിക്കുന്ന ഫുഡിലാണെങ്കിലും ഇപ്പൊ നമ്മളൊരു ഒരു പാക്കറ്റ് ഫുഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിലുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലവ് നമുക്ക് മനസ്സിലാവത്ത പോലുമില്ല. ഈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഇതിലൊരു 5% ഓഫ് ദി ഇൻഗ്രീഡിയൻസ് ആണ് ഫുഡ് സേഫ്റ്റിക്കാർ അതിന് ഒരു എക്സാമിനേഷന് വേണ്ടി അയക്കുന്നുള്ളൂ, ഇത് എഡിബിൾ ആണോ അല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ബാക്കിയെല്ലാം നമ്മുടെ വയറ്റിനകത്താണ്. ബാക്കിയെല്ലാം നമ്മുടെ ജീൻസുകൾക്ക് ഏജിങ് ആവണോ, ക്യാൻസർ ആവണോ, ഇതെല്ലാം ഉണ്ടാക്കുന്നതാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്. സോ ഈവൻ കിഡ്സിന്റെ ഒരു ഡയറ്റ് നോക്കുകയാണെങ്കിൽ പോലും 67% ഓഫ് ദ ഡയറ്റ് അൾട്രാ പ്രോസസ്ഡ് ആണ്. ഈവൻ അവർ കഴിക്കുന്ന ഫുഡ്, അവർ കഴിക്കുന്ന ഈ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ കുറുക്ക് പോലത്തെ സാധനങ്ങൾ, അതിന്റെ കുറെ സെർലാക്ക്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ, ഇതൊക്കെ അൾട്രാ പ്രോസസ്ഡ് ആണ് 67%. സോ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ എക്സ്പോസ് ചെയ്യുന്നത്, അവരുടെ എക്സ്പോസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു
ഈ ഒരു ലൈഫ് സ്റ്റൈലിലോട്ടാണ്. സോ ദേ ആർ പ്രിറ്റൻഡിങ് ടു ബി ബൈ ദ ഏജ് ഓഫ് 60-40 years they became the chronic illness they are suffering. ഈവൻ നമ്മളുടെ ബോഡി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തില് 152 പൗണ്ട്സ് എന്ന് പറയുമ്പോൾ 69 kg 69 kg ഓഫ് ഷുഗർ ആൻഡ് ഫാറ്റ് ആണ് നമ്മൾ പെർ ഇയർലി നമ്മുടെ ബോഡിയിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ നമ്മുടെ ഒരു ഐഡിയൽ പേഴ്സന്റെ ബോഡി വെയിറ്റ് ആണ്. അത്രയും എമൗണ്ട് ഓഫ് ഷുഗർ ആൻഡ് കാലോറീസ് ആണ് നമ്മുടെ ബോഡിയിലോട് നമ്മൾ ഡെയിലി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ദീസ് ഹൈപ്പർ പലാറ്റബിൾ ആൻഡ് അൾട്രാ പ്രോസസ്ഡ് ഫുഡ്, ഓൾ ദീസ് തിങ്സ് വിൽ ക്രിയേറ്റ് ഓവർ ഈറ്റിംഗ്. ആൻഡ് ഈവൻ നമ്മൾ ഈ എല്ലാ ഫുഡുകളും നമ്മൾ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ ഫുഡുകളും ഇതെല്ലാം ഒരു ന്യൂട്രിയൻസ് ഒന്നുമില്ല. ഇതെല്ലാം നമുക്ക് ഒരു ഹൈപ്പർ പലേറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡാണ്. ഇതെല്ലാം നമുക്ക് ഓവർ ഈറ്റിംഗ് ടെൻഡൻസി ഉണ്ടാക്കുകയും ഈ ഓവർ ഈറ്റിംഗ് ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ ബോഡിയിലുള്ള ന്യൂട്രിയന്റ് റെഗുലേറ്റിംഗ് പാത്വേസ് കുറയുന്നുണ്ട്. ഓട്ടോഫേജി. എന്താണ് ഓട്ടോഫേജി? ഈ ഓട്ടോഫേജി എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ തന്നെ ഒരു റീസൈക്ലിംഗ് സിസ്റ്റമാണ്. ഡാമേജ്ഡ് ആയിട്ടുള്ള ഡെഡ് ആയിട്ടുള്ള സെൽസുകളെ റീസൈക്ലിംഗ് ചെയ്ത് കളയുന്ന സിസ്റ്റമാണ് ഓട്ടോഫേജി. ഈവൻ ഈ ഓട്ടോഫേജ് പോലും സംഭവിക്കുന്നില്ല ഈ ഒരു ഫുഡ് ഇൻടേക്ക് കാരണം. ഈ ഓട്ടോഫേജ് റെഗുലേറ്റിംഗ് പാത്വേസ്, അതേപോലെ DNA റിപ്പയറിംഗ് മെക്കാനിസം ആൻഡ് മൈറ്റോകോൺട്രിയൽ ഇഞ്ചുറി, ഓൾ ദീസ് ആർ ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ദ ഫുഡ് വി ആർ ടേക്കിംഗ് ടുഡേ. And these damaged items, like all these imbalances, will cause the further inflammation, chronic inflammation, and it causes the inflammaging. So this inflammaging, it is the main root cause of all the biological aging. എല്ലാ നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ഉണ്ടാകുന്ന ബയോളജിക്കൽ ഏജിങ് മീൻസ് സെല്ലുലാർ ഏജിങ്, ഇതിന്റെ എല്ലാം ഒരു റൂട്ട് കോസ് ആണ് എന്താണ്? ഇൻഫ്ലമേഷൻ. ദാറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ. സോ ഈ ഇൻഫ്ലമേഷൻ പോകെ ഈ ഇൻഫ്ലമേഷൻ എന്താണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്? ഇറ്റ്സ് എ കണ്ടീഷൻ കോൾഡ് മെറ്റബോളിക് എൻഡോടോക്സീമിയ. സോ എന്താണ് മെറ്റബോളിക് എൻഡോടോക്സീമിയ? മെറ്റബോളിക് എൻഡോടോക്സീമിയ എന്നുള്ളത് മറ്റൊന്നുമല്ല, ഇതൊരു ഫാൻസി പേരാണ്. എന്തിന്റെ ഫാൻസി പേരാണ് ഈ മെറ്റബോളിക് എൻഡോടോക്സീമിയ? ആർക്കെങ്കിലും അറിയാവോ? So this metabolic endotoxemia, it's nothing but it's a fancy name for the obesity. സോ നമ്മൾ ഇത്രയും ഫുഡുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള ബാക്ടീരിയാസിനെ അത് ഫെർട്ടിലൈസ് ചെയ്തിട്ട് കുറെ ഇൻഫ്ലമേഷൻ ടോക്സിൻസും അതുപോലെ കുറെ മറ്റേ ടോക്സിൻസും ബാക്ടീരിയ കംപ്ലീറ്റ് ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടന്നിട്ട് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ ഒരു ലീക്കി ഗട്ട് ആക്കും. ലീക്കി ഗട്ട് നത്തിങ് മീൻസ് ദർ വിൽ ബി ഇൻഡസ്റ്റൈനൽ പെർമേബിലിറ്റി. നമ്മുടെ ഇൻഡസ്റ്റൈനിന്റെ പെർമേബിലിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? The gut lining, whatever is in the body, will be get damaged, and it will causes the intestinal gaps will be increasing, and all the toxins will be going out the bloodstream. നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് എല്ലാം പോവാണ്. സോ ഇതാണ് മെയിൻ നമ്മുടെ ബോഡി നടക്കുന്നത്. സോ the root cause of all this is starting in our diet and in the microbiome. So this is the microbiome. എന്താണ് microbiome? മൈക്രോബയോം എന്ന ഒരു ലിവിങ് ഡൈവേഴ്സിറ്റി ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. സോ എന്താണ് നമ്മൾ ഈ അൾട്രാ പ്രോസസ്ഡ് ഡയറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് ആണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഈ ലീക്കി ഗട്ട് ഓർ മെറ്റബോളിക് എൻഡോടോക്സീമിയ, ഒബേസിറ്റി. നമുക്ക് കാണാം ഈ ചെറിയ കുട്ടികൾ വരെ ഇപ്പോൾ ഓവർ വെയ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ചെറുപ്പം തൊട്ട് ഇവർ എക്സ്പോസ് ചെയ്യുന്നത് ഇങ്ങനൊരു ഡയറ്റ് ആണ്. 57-60% അൾട്രാ പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ 69 kgs ഓഫ് ഡെയിലി ഫാറ്റ് അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്നത് ഒബേസിറ്റി ആവില്ലേ, ടോക്സീമിയ ഉണ്ടാവില്ലേ, ഇൻഫ്ലമേഷൻ ഉണ്ടാവില്ലേ? ഇതെല്ലാം ആണ് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ബോഡിയിലോട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി ദാറ്റ്സ് വൈ ഓൾ ദീസ് ക്യാൻസേഴ്സ്, ഓൾ ദ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, ഈവൻ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഫാമിലിയിൽ എല്ലാവർക്കും ഒരു ഡയബറ്റിക് എന്തെങ്കിലും ഒരു PCOD ഒക്കെ വളരെ കോമൺ ആണ്. ഇപ്പോൾ ചെറിയ കുട്ടികൾ വരെ ഹോസ്പിറ്റലിൽ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ടാബ്ലറ്റ് എഴുതി കൊടുക്കുകയാണ് ഈ PCOD അങ്ങനത്തെ ഓരോ കണ്ടീഷൻസിന് വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് എന്താണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്? സോ ദിസ് ആർ ദ ഇംബാലൻസ് വാട്ട് ഐ ഹാവ് സെറ്റ് നൗ. So what we need to add to our body or what we need to input so to create the balance, endana cheyandadu? So the lack of the immune modulating and the anti-inflammatory micronutrients like vitamin D, zinc, magnesium and omega-3 fatty acid, this will drive the more inflammation. So നമ്മുടെ ഇപ്പോഴത്തെ ഡയറ്റ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അൾട്രാ പ്രോസസ്ഡ് ആൻഡ് ഷുഗർ, സ്റ്റാർച്ച്, ഓൾ കൈൻഡ് ഓഫ് ഫുഡാണ്. നമ്മുടെ ബോഡിയിൽ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ലാക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ്? എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. വൈറ്റമിൻ D, സിങ്ക്, മാഗ്നീഷ്യം, ഒമേഗ-3 ഫാറ്റി ആസിഡ്. ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ കുറച്ചുകൂടെ രൂക്ഷമായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ നേരത്തെ കുറച്ച് മുമ്പ് ചേച്ചി പറഞ്ഞായിരുന്നു omega-3, omega-6 ഒരു ബാലൻസ് ആണെന്ന്.
സോ എന്താണ് ഈ ഒമേഗ 3 നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്? സോ വെൻ വി ടേക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, ഇറ്റ്സ് എ ഗുഡ് ഫാറ്റ് ആക്ച്വലി, also known as docosahexaenoic acid and eicosahexaenoic acid, so the components of the omega 3 fatty acid. സോ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡിൽ ഒരു പ്രൊട്ടക്റ്റീവ് കമ്പോണന്റ് ഉണ്ട്. ഇതിനെ പറയുന്ന പേരാണ് റിസോൾവിൻസ്. റിസോൾവിൻസ് എന്ന് പറയുമ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡിന് പ്രൊട്ടക്റ്റീവ് കമ്പോണന്റ് ആണ്. സോ ഇത് നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മളുടെ ബോഡിയിലുള്ള ഓവറോൾ ഇൻഫ്ലമേഷൻ അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്. പക്ഷെ നമ്മുടെ ഡയറ്റിൽ ഇപ്പൊ നമുക്ക് പോകുന്നത് ഹൈ ഇൻടേക്ക് ഓഫ് റിഫൈൻഡ് ഒമേഗ 6 ആണ്. ഒമേഗ 3 ഫാറ്റ്സ് നമുക്ക് ലാക്ക് ചെയ്യുന്നു, ഒമേഗ 6 ഫാറ്റ് നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നത്. Okay, so diet is the actual main imbalance that will causes the imbalance of the omega 3 and 6. So what we need to add, all these nutrients, vitamin D, vitamin C, and all the omega 3 fatty acid. And അടുത്ത നമുക്ക് പോവാം എന്താണ് മൈക്രോബയോം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ഹെൽത്തി ഗട്ടിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു പ്രോപ്പർ ഡയറ്റ് ആണ്. സോ ഒരു ഇംബാലൻസ് ഉണ്ടാക്കുന്ന ഒരു ഇതെന്ന് പറയുമ്പോൾ ഇൻഫ്ലമേറ്ററി ഡയറ്റ് ആണ്. അതുപോലെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ട്രബിൾസ് വിത്ത് ദ മൈക്രോബ്സ്. എന്താണ് മൈക്രോബ്സ്? നമ്മൾ ഇപ്പൊ ഈ ഒരു ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന പോലെ നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ അകത്തും ഒരു എക്കോസിസ്റ്റം ഉണ്ട്. നമ്മുടെ ഇൻഡസ്ട്രൈൻ്റെ അകത്ത് ഒരു മൈക്രോബിയൽ അല്ലെങ്കിൽ മൈക്രോബയോം എക്കോസിസ്റ്റം ഉണ്ട് നമ്മുടെ ഇൻഡസ്ട്രൈൻ്റെ അകത്ത്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ എമൗണ്ട് ഓഫ് ദ ഗുഡ് ബാക്ടീരിയാസ് എവറിത്തിങ്. ആൻഡ് സോ എന്താണ് ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബോഡിയിൽ കാണുന്ന ഒട്ടുമിക്ക എല്ലാ ഡിസീസും, ഈവൻ ദ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്കിൻ ടു ഓൾ ദ ഡിസീസ് ലൈക്ക് അവർ സെൻട്രൽ നെർവസ് സിസ്റ്റം, ഓൾ ദ ഡിസീസ് ആ സ്റ്റാർട്ടിങ് ഫ്രം അവർ ഗട്ട്. സോ ഗട്ട് എന്ന് പറയുന്നതാണ് ദ പ്രൈമറി റൂട്ട് കോസ് ഓഫ് ഓൾ ദ ഡിസീസ് ഇസ് ദ ഗട്ട്. സോ വെൻ യു ട്രീറ്റ് ദ ഗട്ട് ഇറ്റ്സ് ഈക്വൽ ടു വെൻ യു ട്രീറ്റിംഗ് യുവർ ഹോൾ ബോഡി. എല്ലാ ഡിസീസും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ ഗട്ടിൽ നിന്നാണ്. എന്താണ് ഗട്ടിന് വേണ്ട മെയിൻ ആയിട്ടുള്ള നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടത് എന്താണ്? ഫൈബർ. ദാറ്റ് ഇസ് ദ വൺ വി ആർ ലാക്കിംഗ് ഓൾസോ. So we are giving high amount of ultra processed proteins and refined oils, everything, and we are lacking the main food for the gut, that is the fiber. So നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഫ്രൂട്ടോ ഒരു ആപ്പിൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈ 2 ആപ്പിൾ വെച്ച്, ഒന്ന് നല്ല ഫ്രഷ് ആണ്, ഒരു ചെറിയൊരു കേടുപാടുണ്ട്. ഈ ഒരു കേടുപാടുള്ള ഒരു ആപ്പിള് പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ അത് ബാക്കിയുള്ള ഭാഗങ്ങളെ എഫക്ട് ചെയ്ത് മൊത്തത്തിൽ അങ്ങ് ചീഞ്ഞ് നാശമായി പോകും. അതേപോലെയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ അകത്തും. നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ അകത്ത് എന്തെങ്കിലും ഒരു പാർട്ട് റോട്ടൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിമച്ചുവർലി ഏജ്ഡ് ആവും. ദാറ്റ് ഈസ് ദ ബയോളജിക്കൽ ഏജിങ് അല്ലെങ്കിൽ സെല്ലുലാർ ഏജിങ്. സോ ഒരു ഹാപ്പി ഗട്ടാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വെൽ റെഗുലേറ്റഡ് ആയിട്ടും അതുപോലെ എല്ലാ അലർജീസിൽ നിന്നും അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഡയബറ്റീസ് അങ്ങനത്തെ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്നത് നമ്മളുടെ ഒരു ഹാപ്പി ഗട്ടാണ്. സോ എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? Even changes in our diet, the use of antibiotics and anti-inflammatory drugs and acid blockers, high rate of the C-sections, even in pregnancy, C-sections, all these are happening. A storm of dysbiosis in our gut. Dysbiosis is nothing but നമ്മുടെ ഗട്ടില് എല്ലാ മൈക്രോസ് തമ്മിലൊരു പ്രോപ്പർ ഹാർമണി ഉണ്ടാവും. ഈ ഒരു ഹാർമണി ഇല്ലാണ്ടാവുകയാണ്. Because the microbial homeostasis of our gut will be dysregulated by the use of all these diet, antibiotics, all these drugs, everything. So ഈ ഒരു ഡിസ്ബയോസിസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഉണ്ടാവുകയാണ്. സോ ഈ ഒരു ഡിസ്ബയോസിസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്? ഇറ്റ്സ് ക്രിയേറ്റിംഗ് എ ടോക്സിക് ഇംബാലൻസ്. ടോക്സിക് ഇംബാലൻസ് ഉണ്ടാക്കുകയാണ് എവിടെ? നമ്മുടെ ഗട്ടിൽ ഒരു ടോക്സിക് ഇംബാലൻസ് ആണ് പിന്നീട് ഉണ്ടാക്കുന്നത്. സോ ഈ ടോക്സിക് ഇംബാലൻസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ഗുഡ് ബാക്ടീരിയ മാറിയിട്ട് നമ്മുടെ ഗട്ടിൽ ഒരുപാട് ബാഡ് ബാക്ടീരിയാസ് ഉണ്ടാവുകയും ഇത് സെക്രേറ്റ് എ ഹൈ എമൗണ്ട് ഓഫ് കെമിക്കൽ കോൾഡ് സോണിലിൻ. സോണിലിൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. ഈ ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആദ്യമായി ഡിസ്കവർ ചെയ്തത് ഡോക്ടർ അലേസോ ഫെന എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ കോളറ ഡിസ്കവർ ചെയ്ത ഒരു ഡോക്ടറാണിത്. ഈ ഒരു കോളറ ഡിസ്കവർ ചെയ്യുന്ന ടൈമിലാണ് ഈ ഒരു സൊനുലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഡിസ്കവർ ചെയ്യുന്നത്. ഈ സൊനുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടിലുള്ള ബാഡ് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെയിം കോമ്പൗണ്ട് തന്നെയാണ് ഈ സൊനുലിൻ എന്ന് പറയുന്നത്. സോ ഈ സൊനുലിൻ എന്താ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള എല്ലാ ജംഗ്ഷൻസും ഒരു ലൂസ് ആക്കി അതുപോലെ ലീക്കി ഗട്ടാക്കും. ലീക്കി ഗട്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ സെല്ലിന്റെ പെർമിബിലിറ്റി കൂടി നമ്മുടെ എല്ലാ ടോക്സിൻസും ബ്ലഡിലോട്ട് അത് സ്ട്രീം ചെയ്ത് പിന്നെയാണ് നമുക്ക് ഈ ഒരു ഡിസീസ് എല്ലാം നമുക്ക് ഉണ്ടാവുന്നത്. all our body അത് affect ചെയ്യുന്നത്. So gut is the root cause of all the disease. So
ഈ സുണിലിൻ കാണപ്പെടുന്ന കുട്ടികൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ സുണിലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, അതേപോലെ ഹാർട്ട് ഡിസീസ്, ക്യാൻസർ, ഇൻഫെർട്ടിലിറ്റി, ഓട്ടോ ഇമ്മ്യൂൺ, ഇവരിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സുണിലിൻ എന്ന് പറയുന്നത് കോമ്പൗണ്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണ്? ഓൾ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ഗട്ട്, നോട്ട് ഈവൻ ദ ജീൻ, ഇറ്റ്സ് ഓൾ സ്റ്റാർട്ട് ഫ്രം ദ ഗട്ട്. നമ്മുടെ എക്സ്പോസോം ആണ് നമ്മളുടെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെ വേണം നമ്മളുടെ ഫെർദർ ലൈഫ് അല്ലെങ്കിൽ ഫെർദർ ഹെൽത്ത് എന്നുള്ളതൊക്കെ. സോ നമ്മൾ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡുകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്ലൂട്ടൻ, ഇപ്പൊ ഡെയിലി നമ്മൾ രാത്രി വെയിറ്റ് ലോസിന് വേണ്ടി ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാരാണ് പല പല ആൾക്കാരും നമ്മൾ കാണുന്നത്. ഇപ്പൊ രാത്രി ഡയറ്റ് എന്ന് പറഞ്ഞ് രാത്രി ചപ്പാത്തി, ഉച്ചയ്ക്ക് ചപ്പാത്തി, എപ്പോഴും ചപ്പാത്തി, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡയറ്റ് ഫുഡായിട്ട് കാണുന്നത്. സോ നമ്മൾ ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത്, ഈ ഒരു ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറഞ്ഞ സ്ട്രീമിലുള്ള സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൂട്ടൻ ആണ് ബിഗ്ഗസ്റ്റ് സോണിലിൻ ട്രിഗറിങ് പോയിന്റ്. ഒരു ട്രിഗറിങ് കൾപ്രിറ്റ് ആണ് ഗ്ലൂട്ടൻ. ബിക്കോസ് ഈ ഒരു ഗ്ലൂട്ടൻ നമ്മൾ ഇപ്പൊ കഴിക്കുന്ന ഒരു മോഡേൺ വീറ്റ് നമ്മുടെ ആൻഷ്യൻ വീറ്റിനേക്കാളും ചെറിയ വീറ്റ് ആണ്. സോ ഇറ്റ് കണ്ടെയ്ൻ എ പ്രോട്ടീൻ കോൾഡ് ഗ്ലയാഡിൻ. ഇറ്റ്സ് എ ഗ്ലയാഡിൻ പ്രോട്ടീൻ ഉണ്ട്. ഈ ഗ്ലയാഡിൻ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻ ഹൈ എമൗണ്ട് ഓഫ് ദിസ് കെമിക്കൽ കോമ്പൗണ്ട് കോൾഡ് സുനിലിൻ, ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് ദ ലീക്കി ഗട്ട്. സോ ദിസ് വീറ്റ് ഈസ് ഓൾസോ എ കോസ് ഓഫ് ദ ഗട്ട് ഇംബാലൻസ്. സോ ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഇപ്പൊ കുറെ ചെറിയ പിള്ളേർക്ക് പോലും ചെറുപ്പത്തിൽ തന്നെ സീലിയാക് ഗട്ട് ഡിസീസ്, മെയിൻ ആയിട്ട് സീലിയക്, IBS, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ നടക്കുന്നുണ്ട്. സോ ഈ കഴിഞ്ഞ ഒരു സിനാരിയോ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു വർഷങ്ങളിൽ ഒരു 95% ഇൻക്രീസ് ആണ് നമ്മളുടെ ഗട്ട് ഡിസീസ് ആയിട്ടുള്ള IBS, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. സോ ഓൾ ഈസ് ഹാപ്പനിങ് ബിക്കോസ് ഓഫ് അവർ ഡയറ്റ് ആൻഡ് ഫ്രം ദ ഗട്ട്, ബിക്കോസ് വി ആർ നോട്ട് ഗിവിംഗ് ദ പ്രോപ്പർ ഇൻപുട്ട് ഫോർ അവർ ഗട്ട് ആൻഡ് ദ ഹ്യൂമൻ ബോഡി. സോ വാട്ട് ഈസ് ദ ഇൻപുട്ട് ഫോർ ദ ഗട്ട്? എന്താണ് ഗട്ടിന്റെ ഫുഡ്? എന്താണ്? ഇറ്റ്സ് ദ ഫൈബർ. സോ വാട്ട് വി ആർ ലാക്കിംഗ് ഇൻ അവർ ഡയറ്റ്, ഇറ്റ്സ് ഫൈബർ. ഗട്ടിന് വേണ്ട മെയിൻ സപ്ലിമെന്റ് നമ്മൾ കൊടുക്കുന്നില്ല, അതാണ് നമ്മുടെ ഫൈബർ. സോ നമ്മുടെ മൈക്രോബയോം ആയിട്ടുള്ള റിസർച്ച് ഫീൽഡുകളൊക്കെ കണ്ടുപിടിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗട്ട് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കുറെ ഇൻപുട്സ് ഉണ്ട്, ലൈക് പ്രീബയോട്ടിക്, പ്രോബയോട്ടിക്, പോസ്റ്റ് ബയോട്ടിക്, സിൻബയോട്ടിക്സ് ആൻഡ് പോളിഫിനോബ്ലൈൻ. സോ ഓൾ ദീസ് are the food for the gut, which will relieve or which will get rid of from the imbalance from the gut, because gut is the root cause of all the disease and will prevent us from all the upcoming all the lifestyle disorders, everything. So gut is the primary source which everything will start. സോ ഈവൻ കുറെ കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു പ്രോപ്പർ ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഹ്യൂമൻ സ്റ്റൂൾസിന്റെ പിൽസ് പോലും അവൈലബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു ഹെൽത്തി ഡോണറിന്റെ കയ്യിൽ നമ്മളൊരു പിൽസ് വാങ്ങിച്ചാൽ നമ്മളത് കഴിക്കേണ്ട ആ ഒരു കാലം ഇപ്പോൾ അധികമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്കിപ്പോൾ വരും. കാരണം അത്രയുമാണ് നമ്മുടെ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ കാണുന്ന ഒരു ക്ലിനിക്കൽ കേസ് എല്ലാം നോക്കുകയാണെങ്കിൽ, ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിലും അവരാദ്യം ക്ലീൻ ചെയ്യുക നമ്മുടെ ഗട്ടിനെയാണ്. Because gut is the primary care that we should give to our body. It is the root cause of everything, and all we should focus about the gut mainly. Then we'll go about all the next things. Because ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ഹ്യൂമൻ ബോഡി നോക്കുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഓഫ് ദ ഹെൽത്ത് എന്ന് പറയുമ്പോൾ പ്ലെന്റി സാധനങ്ങളാണ്. But main intake, what we mainly focus on the gut, the input we are giving to our gut and to our body. Because all this will decide our further life. എങ്ങനെയാവണം നമ്മുടെ ലൈഫ്, നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ ഡിസീസ് എങ്ങനെയായിരിക്കണം, നമ്മുടെ ജീൻസ്, ഈവൻ വി ആർ പാസിങ് അവർ ജീൻസ് ടു അവർ കിഡ്സ് ഓൾസോ. സോ അവരുടെ ജീനും ഇങ്ങനെ ഒരു ഡിസീസ് പ്രോൺ ആയിട്ടുള്ള ജീനായിരിക്കണോ, എന്തായിരിക്കണം എന്നുള്ളത് നമ്മളാണ് നമ്മളുടെ ബോഡീനെ തീരുമാനിക്കുന്നത്. ഇറ്റ്സ് none of the people, and it's only us. So what I'm about to സമയം കുറച്ചധികമായെന്ന് അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പറയുന്നില്ല. സോ വാട്ട് ഐ വാണ്ട് ടു സേ റിയലി ഈസ്, we are sick because of either too much of something that is hurting us or not enough of the good stuff needed to help us. നമ്മൾ രോഗികളാവുന്നത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒരുപാട് ഇല്ലാത്തത് കൊണ്ടും നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഒരുപാട് നമ്മുടെ ബോഡിയിലോട്ട് കൊടുക്കുന്നത് കൊണ്ടുമാണ്. സോ എന്തൊക്കെയാണ് വേണ്ട കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ എന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഈവൻ ഐ എം നോട്ട് എ പ്രോ ഓൾസോ, ബട്ട് സ്റ്റിൽ ഐ എം ലേണിംഗ്. ആൻഡ് thank you so much. I'll take this opportunity to thank my father to give me a chance for this occasion. And thank you. If you have any doubt, means you can ask me now. Okay, thank you, Jaz. It was
Yeah, a brilliant and insightful session. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് പറഞ്ഞു വന്നിട്ട് ഞങ്ങളുടെ പ്രൊഡക്ട്സിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. അതാണ് സിനോബയോട്ടിക്, ബാലൻസ് ഓയിൽ, ഇതൊക്കെ എങ്ങനെ പരിഹാരമാവുന്നതെന്നും കൂടി ഒന്ന് വേണമെങ്കിൽ പറയായിരുന്നു. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ ഇൻവാല്യുബിൾ ഇൻഫർമേഷൻ. അപ്പൊ എന്തെങ്കിലും ആർക്കെങ്കിലും നമുക്ക് ചോദിക്കാനുണ്ടെങ്കിൽ പ്ലീസ് കം ഫോർവേഡ് ആൻഡ് ആസ്ക്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനി ക്വസ്റ്റ്യൻസ്? Anyway, this week we have the Sinobiotic is going to be dispatched. Dispatch start ചെയ്യാണ് this week, and we have our one of our senior leader with us today, Nagraj sir. So he already started taking Sinobiotic. So I would like to invite Nagraj sir to share his experience after taking the balance oil and Sinobiotic. Probably only few people have started using Sinobiotic now. So, Naira sir, please come forward and share your experience of both the balance oil and Sinobiotic. Share us your story, please. Thank you. Yeah, you're mute, sir. You're mute. Please unmute and speak. Yeah. I am Nagraj, retired scientist. As Shaji was telling, I was taking supplements like protein, fiber, vitamins, minerals, even omega-3 fatty acid, and Kangen water. With all that, my report you have seen, omega-6 to omega-3 ratio was 74:1. When I first met Mr. Shaji, he told that, do you think it will work? What you are taking, omega-3? I said, maybe. Then we took the test. It was 74:1. And another most important marker is protection value. Protection value. It was 0%. I asked, what is the protection value? It is the capacity of the body to resist against lifestyle diseases like acidity, diabetes, thyroid cancer, and so on and so forth. Then, as he suggested, I used the product for 5 months. After that, another report has come. So, omega-6 to omega-3 was 74:1, has come down to 3.5:1. And the protection values is increased to 64%. You can see that in the report. So that's a wonderful development. And most important, cell membrane fluidity, inflammation, and mental strength, omega-3, everything has been improved. EPA, DHA deviation, everything has improved. So I started promoting this product. Everyone, whomever I spoke about this product, everyone is started using it. So far, I have given more than 150 customers. They're all using the product. And another product, as Shaji was telling, Sinobiotic, which is going to be released probably next week. But I bought it from US almost for the past 6-7 months. I've been using it. It's wonderful. It is for gut health. Okay. And it maintains, blood sugar and digestion, motion, everything is in place because gut is the second brain. And I'm having good gut health. So, and also immunity increased. We can experience that. If gut is good, good condition, your immunity will be strong. So those are the two products I've been using. Another product I've been using is Extend Plus, which is nothing but vitamins and minerals. Still, it is not released in India. I hope that in a month or two, they are going to release it. So these are the 3 health protocols. I've been using it.
And I've been promoting in USA also, and I am starting in Dubai also. The products are available all over the world. It's a very good product. Why I am convinced Zinzino is because this is a test-based nutrition. So far, I have been using guess-based nutrition. Okay, because this Zinzino, they take the test before using this status of your health. After using 120 days, 18 health claims are made. And I tell all my customers, all 18 health claims like this heart function, normal brain function, normal immune function, normal teeth, normal muscle function, normal bone structure, like that, normal triglyceride. And 99% of my customers are getting the best result. In fact, I am getting the reference from them only. It's a beautiful product. I'm very thankful for Zinzino company, and also most thankful to our Shaji, because he was the one who educated us why we have to use Zinzino. Thank you very much. Thank you, Nagira sir. And so let's, the time is up. So thank you everyone, and thank you Jazz once again. And every time നമ്മൾ ഈ ഒരു കാര്യങ്ങൾ, so we have explained so clearly. See, നമ്മൾ ഓൾ ദ ഇയേഴ്സ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. നമുക്ക് നല്ലതെന്ന് പല ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. ഭക്ഷണശീലങ്ങളിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്. പക്ഷെ വി സ്പെൻഡ് ഓൾ ദീസ് ഇയേഴ്സ് ഗസ്സിങ്. നമ്മളിതൊക്കെ ഓരോ വിശ്വാസത്തിന്റെ മുകളിൽ, ഊഹത്തിന്റെ മുകളിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ആക്ച്വലി we were eating what we thought was healthy. അല്ലെങ്കിൽ we took supplements we hoped were working, but with no number, no measure, no mirror. So now we understand why the first step is the test. നമുക്കിതൊക്കെ we can test with not just a product or not a protocol, with a simple test. So let's know our numbers first. ഓക്കെ, എവറിഥിങ് എൽസ് ഫോളോസ് ഫ്രം ദാറ്റ്. അവിടെ നിന്നാണ് നമുക്കത് തുടങ്ങുക. സോ ടെസ്റ്റ്, കറക്റ്റ്, റീടെസ്റ്റ്, ദാറ്റ് ഈസ് ദി എൻറ്റയർ സിസ്റ്റം. ഓക്കെ, സോ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇന്നിപ്പോൾ വന്ന ആൾക്കാർ, പുതിയ ആൾക്കാർ, ഇത് എന്താണ് നമ്മുടെ കണ്ടീഷൻ, ഹെൽത്ത് കണ്ടീഷൻ നമ്മൾ ഗേജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ആൻഡ് ദോസ് ഹു ടൈപ്ഡ് നോട്ട് യെറ്റ്, സി ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ. സോ ടേക്ക് വാട്ട് യു ഹേർഡ് ടുഡേ, sit with it, talk to your family. Okay, the awareness you carry home from this session is already the first step. Okay, so thank you for joining with us today. Okay, Raju sir, so please come fast and share your message, because we have no much time is already up. Okay, Yes, please. Yeah, our junior Zinzino, Jaslin doctor, I am so happy, thrilled. yeah, All single message, but Thank I you, have thank you, uncle. heartfelt. Thank you, Dr. Jaslin ji. Then Dr. Mr. Shai sir, you are so blessed only because of your daughter. നമുക്ക് yeah. സിൻസിനോ ഈ ജസ്ലിനെ പോലെ ഒട്ടേറെ അപ്ലിഫ്റ്റിംഗ് ഡോക്ടേഴ്സ് നമുക്ക് വരാൻ പോകുന്നു കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും we have lot of yeah, correct. നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാർ ഹെൽത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനും ഒക്കെ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, നമ്മളെ ഗൈഡ് ചെയ്യാനൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്, ഫാമിലിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷായ് സർ. Thank you everyone. So let's don't wait for the engine to stop. നമുക്ക് മുന്നോട്ട് പോവാം. Okay, so thank you for being here with us today. So take care of yourselves. Thank you so much once again. See you next week. Yeah, bye. Good night. Good night. Thank you. Bye. Good night.